ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് 21 ലേഖനങ്ങളെയും കൊണ്ടുവരുന്നില്ല, പകരം അതിനകത്ത് 4 ലേഖനങ്ങളെയും അക്കമിട്ടൊന്ന് നിരത്തുകയാണ്. ആ 4 ലേഖനങ്ങൾ കാരാഗ്രഹ ലേഖനങ്ങൾ എന്നാണ് അറിയപ്പെടുക. ആ 4 ലേഖനങ്ങൾക്ക് ആ പേരിനേക്കാൾ എനിക്കിഷ്ടമുള്ള പേര് ക്രിസ്തു പരിജ്ഞാന ലേഖനങ്ങൾ എന്നാണ്. ക്രിസ്തു ശാസ്ത്രപരം എന്ന് വിളിക്കുന്നതാണ് എനിക്കിഷ്ടം. കാരാഗ്രഹ ലേഖനങ്ങൾ എന്ന് പറയാൻ കാരണം അത് കാരാഗ്രഹത്തിൽ നിന്ന് പിറവിയെടുത്തു എന്നുള്ളത് കൊണ്ട്. സുവിശേഷ നിമിത്തം കാരാഗ്രഹത്തിലായ പൗലോസ് ശാന്തമായി, സ്വസ്ഥമായി, സ്വൈര്യമായി തനിക്ക് ലഭിക്കപ്പെട്ട ആ സമയത്ത് ക്രിസ്തുവിനെ ധ്യാനിച്ചു. പരാതികളോ പരിദേവനങ്ങളോ ആവലാദികളോ വേവലാദികളോ കുറ്റപ്പെടുത്തലുകളോ ഇല്ലാതെ സ്വസ്ഥമായി ലഭിക്കപ്പെട്ട നേരത്ത് ക്രിസ്തുവിനെ ധ്യാനിച്ചപ്പോൾ തനിക്ക് ധ്യാനമണ്ഡലത്തിൽ ലഭിക്കപ്പെട്ട ക്രിസ്തു പരിജ്ഞാന വിചാരങ്ങളുടെ ഒരാവിഷ്കാരമാണ് ഈ 4 ലേഖനങ്ങൾ. ഏതൊക്കെയാണ്? എഫെസ് ലേഖനം, ഫിലിപ്പിയ ലേഖനം, കൊലോസ്യ ലേഖനം, ഫിലെമോൻ ലേഖനം. കുറിച്ചെടുത്ത് പഠിക്കണം ഈ 4 ലേഖനങ്ങൾ. ഒന്നുകൂടെ ആവർത്തിക്കുന്നു, 4 ലേഖനങ്ങളുടെ പേര് എഫെസ് ലേഖനം, ഫിലിപ്പിയ ലേഖനം, കൊലോസ്യ ലേഖനം, ഫിലെമോൻ ലേഖനം. ഈ 4 ലേഖനങ്ങളും കാരാഗ്രഹത്തിൽ നിന്നാണ് രൂപപ്പെട്ട് പുറത്തു വന്നിട്ടുള്ളത്. ഈ 4 ലേഖനങ്ങളെ ഓർത്തിരിക്കാൻ 4 വിശേഷ വിചാരങ്ങളുടെ ഞാൻ കൂട്ടിച്ചേർക്കുകയാണ്. 4 കാര്യങ്ങൾ ശ്രദ്ധിച്ചു കൊള്ളണം. 4 കാര്യങ്ങളാണ് ഈ 4 ലേഖനങ്ങളുടെ ആന്തരിക പ്രമേയം. ഈ പന്തൽ നിറഞ്ഞിരിക്കുന്നതൊക്കെ ദൈവമക്കളാണെന്ന് എനിക്കറിയാം. ചുറ്റുവട്ടങ്ങൾ ക്രൈസ്തവീകതയുടെ ആധികാരികത, സംസ്കാരമുള്ള ജനജീവിതമാണ് നിബിഡമായി ഇവിടെ പാർക്കുന്നത്. തുടർമാനമായി കൺവെൻഷൻ നടത്തേണ്ടതിന് വേണ്ടി ഭൂമിക വിട്ടുകൊടുത്ത അഭിഷക്ത ദൈവദാസന്മാരുടെ ദേശത്തോടുള്ള ആത്മഭാര ദർശനം ഞാൻ തിരിച്ചറിയുന്നു. അതുകൊണ്ടൊക്കെ തന്നെ സുവിശേഷത്തിൻ്റെ കാമ്പും കഴമ്പും ഇവിടെ ആദ്യം മുതൽ ഇനി പറയേണ്ടതില്ല. എങ്കിലും പൊതുജനങ്ങൾക്ക് വേണ്ടുന്നത്, ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടതെല്ലാം ഇടകലർത്തി സമന്വയിപ്പിച്ച് സമഞ്ജസമായി സമ്മേളിപ്പിച്ചുകൊണ്ട് മുൻപോട്ട് എൻ്റെ പ്രഭാഷണത്തെ കൊണ്ടുപോകാനാണ് ആഗ്രഹിക്കുക. ശ്രദ്ധിക്കുക, 4 വിചാരങ്ങൾ തരാം. ആ 4 വിചാരങ്ങൾ ഈ 4 ലേഖനങ്ങളുടെ ആന്തരിക പ്രമേയങ്ങളാണ് എന്നറിയണം. 1, 2, 3, 4 ഒന്ന് കുറിച്ചുകൊള്ളുക, മനസ്സിലൊന്ന് കരുതിക്കൊള്ളുക. 1, ക്രിസ്തുവിൽ വസിക്കുക എന്നതാണ്. ക്രിസ്തുവിൽ വസിക്കുക. ഡൽ ഇൻ ക്രൈസ്റ്റ്, നോട്ട് വിത്ത് ക്രൈസ്റ്റ് ബട്ട് ഇൻ ക്രൈസ്റ്റ്. അത് വലിയ ആന്തരികമായ ആഴമുള്ളൊരു കാര്യമാണ്. ക്രിസ്തുവിനോട് കൂടെ വസിക്കുകയല്ല ക്രിസ്ത്യാനിത്വം, ക്രൈസ്തവീകത, യഥാർത്ഥ ആത്മീയത. ട്രൂ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് നോട്ട് വിത്ത് ക്രൈസ്റ്റ് ബട്ട് ഇൻ ക്രൈസ്റ്റ് ആണ്. ക്രിസ്തുവിൽ ആകണം. അതിന് ഭംഗിയായൊരു ഉദാഹരണം ഞാൻ പറഞ്ഞാൽ, ഒരു വൃക്ഷത്തിൻ്റെ, ഒരു സസ്യത്തിൻ്റെ വേര് മണ്ണിൽ ആയിരിക്കുന്നത് പോലെ, ഒരു മത്സ്യം വെള്ളത്തിൽ ആയിരിക്കുന്നത് പോലെ. അല്പം കൂടെ ഗംഭീരമായൊരു ഉദാഹരണം, ഒരു കുഞ്ഞ്, ഗർഭസ്ഥ ശിശു തൻ്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ ആയിരിക്കുന്നത് പോലെയാ നാം ക്രിസ്തുവിൽ ആയിരിക്കുന്നത്. എത്ര പേർക്ക് സമ്മതിക്കാൻ കഴിയുന്നുണ്ട് ആ കാര്യം? മണ്ണിൽ നിന്ന് വേര് പുറത്താക്കിയാൽ പോയില്ലേ ആ സസ്യത്തിൻ്റെ ഏർപ്പാട്? മത്സ്യത്തെ വെള്ളത്തിൽ നിന്ന് വേർതിരിച്ച് പുറത്താക്കിയാൽ തീർന്നില്ലേ അതിൻ്റെ കഥ? അതുപോലെ തന്നെ ഗർഭസ്ഥ ശിശു അകത്താകണം അമ്മയുടെ ഗർഭപാത്രത്തിൽ. എത്ര നാള്? 9 മാസം, 9 ദിവസം, 9 നാഴിക, 9 വിനാഴിക. ഈ 9നോട് സമ്മതിക്കുന്നുണ്ടോ മമ്മിമാര്? അതാണ് അതിൻ്റെ കണക്ക്. വൈദ്യശാസ്ത്രപ്രകാരം അതിൻ്റെ കണക്ക് 9 മാസം, 9 ദിവസം, 9 നാഴിക, 9 വിനാഴിക. അതിനാ 10 മാസം ചുമന്നൊക്കെ ചുമ്മാ കള്ളം പറയാം. അപ്പൊ ഇത്രയും കാലം ഒരു ഗർഭസ്ഥ ശിശു ആ ഗർഭപാത്രത്തിൽ ആയിരിക്കുമ്പോൾ ആശങ്കകളില്ലല്ലോ, ആവലാതികളില്ലല്ലോ, ഒന്നിനെ കുറിച്ച് ഉത്കണ്ഠകളില്ലല്ലോ. എല്ലാം അമ്മയിൽ നിന്ന് കിട്ടിക്കൊണ്ടേയിരിക്കുകയല്ലേ. പല്ല് വളരാൻ, മുടി വളരാൻ, എല്ല് വളരാൻ, മാംസം ഭാഗമാകാൻ, അവയവ വ്യവസ്ഥിതികൾ സംയോജിക്കപ്പെടാനുള്ളതെല്ലാം അമ്മയിൽ നിന്ന് കിട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. ഒന്നിനും ആകുലപ്പെടേണ്ടതില്ല. അതേ അവസ്ഥയാണ് ഒരുവൻ ക്രിസ്തുവിലായാൽ. സ്തോത്രം. എത്ര പേർക്ക് സമ്മതിക്കാൻ കഴിയുന്നുണ്ട്? അയ്യോ അയ്യോ അയ്യോ, വയ്യ വയ്യ വയ്യ, ഇല്ല 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 എന്നും പറഞ്ഞ് പരാതിയും പറഞ്ഞ് പരിദേവനവും പറഞ്ഞ് ആകപ്പാടെ വല്ലാതെ കരഞ്ഞുകൊണ്ട് നടക്കുന്നവരെ ഓർത്തോണം, അവർ ക്രിസ്തുവിൻ്റെ കൂടെയാ, ക്രിസ്തുവിൽ അല്ല. ക്രിസ്തുവിൽ ആയവർക്ക് ആശങ്കകളില്ല. ഈ ഒരു പ്രമേയത്തിൻ്റെ വിശകലനമാണ് എഫെസ് ലേഖനം. അതുകൊണ്ട് അതിനെ ആഴത്തിൽ പഠിച്ചേ പറ്റുകയുള്ളൂ. ഇനി 2ാമത്തെ ലേഖനം ഫിലിപ്പിയ ലേഖനം. അതിൻ്റെ വിചാരം തരാം. അതിൻ്റെ പ്രമേയം എന്താണെന്നറിയാമോ? ക്രിസ്തുവിൽ
സന്തോഷിക്കുക എന്നതാണ്. വേറൊന്നിലും നമുക്ക് നിത്യമായി സന്തോഷിക്കാനാവില്ല. താൽക്കാലിക സന്തോഷങ്ങളെ ബാക്കിയുള്ളതല്ല. നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യം, സൗന്ദര്യം, കീശയിൽ കാശിൻ്റെ ഘനം, അത് റുപ്പീസ് മാത്രമല്ല, റിയാൽ, ദിർഹം, ദർഹംസ്, ഡോളർ, യൂറോ, പൗണ്ട് അടക്കമുള്ള പലതും വാരിക്കൂട്ടിട്ടുണ്ടാകും. സ്വന്തം തണ്ടപ്പേരിൽ തീറാധാരം എഴുതി കിട്ടിയ ഭൂമികയുടെ വിസ്തൃതി വലുതായിരിക്കാം. കമ്പി, കട്ട, കല്ല്, സിമെന്റ്, പെയിന്റ്, തടി കൊണ്ടൊക്കെ വർണ്ണാഭമായി പടുത്തുയർത്തിയ വമ്പൻ കെട്ടിടങ്ങൾ സ്വന്തമായി ഉണ്ടാകാം. മുന്തിയ ഇനം വാഹനങ്ങൾ സ്വന്തമായി ഉണ്ടാകും. മക്കളൊക്കെ വിദേശത്തായിരിക്കും. ഇതൊക്കെ സന്തോഷത്തിൻ്റെതാണ് എന്ന് നമ്മൾ സാധാരണ ചിന്തിക്കും. പക്ഷെ അതൊക്കെ ഇവിടം കൊണ്ട് തീരുന്ന സന്തോഷമാണ്. മരണത്തിനപ്പുറവും സന്തോഷിക്കാൻ കഴിയണമെങ്കിൽ ക്രിസ്തുവിൽ ആയെങ്കിലേ പറ്റൂ. ക്രിസ്തുവാകട്ടെ നമ്മുടെ സന്തോഷത്തിന്റെ യഥാർത്ഥ ഉറവിടം. ആ സന്തോഷം അനുഭവിക്കുന്നവർ കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ക്രിസ്തുവിൽ സന്തോഷിക്കുക. റിജോയ്സ് in the Lord and again I say rejoice. ക്രിസ്തുവിൽ സന്തോഷിക്കുക. വീണ്ടും വീണ്ടും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ക്രിസ്തുവിൽ സന്തോഷിക്കുക. അതാണ് അപ്പോസ്തലനായ പൗലോസിന്റെ ഏറ്റവും വലിയ പ്രബോധനം ഫിലിപ്പിയ ലേഖനത്തിലെ. ഓക്കെ, അപ്പൊ രണ്ട് വിചാരങ്ങൾ: ഒന്ന്, ക്രിസ്തുവിൽ വസിക്കുക; രണ്ട്, ക്രിസ്തുവിൽ സന്തോഷിക്കുക; മൂന്ന്, ക്രിസ്തുവിൽ തികയുക. അതാണ് കൊലോസ്യ ലേഖനം. ഫുൾനെസ് ഇൻ ക്രൈസ്റ്റ് എന്നതാണ്. പ്ലറോമ ഇൻ ക്രൈസ്റ്റ്. പ്ലറോമ എന്നുള്ളത് ഗ്രീക്ക് വേർഡാണ്. വളരെ അർത്ഥസമ്പുഷ്ടമായതുകൊണ്ട് ഞാൻ ആ പദം ഉച്ചരിച്ചത്. പൂർണ്ണത, അതിൻ്റെ നിറവിൽ പ്രാപിക്കുക. ദൈവമക്കൾ ശ്രദ്ധിച്ച്, പെന്തക്കോസ്ത് ജനത ശ്രദ്ധിച്ച്, ക്രൈസ്തവ ജനത ശ്രദ്ധിച്ച്, നിങ്ങളുടെ സഭാവിഭാഗം ഏതുമാകട്ടെ, വേദപുസ്തകത്തെ നെഞ്ചോടടുപ്പിച്ച് ക്രിസ്തുവിനെ നേടേണ്ടതിനു വേണ്ടി സമർപ്പിതരായിരിക്കുന്ന മുഴുവൻ ആളുകളും ശ്രദ്ധിക്കണം. നാം തികഞ്ഞവരാകണം. കർത്താവ് നമ്മെക്കുറിച്ച് അത് ആഗ്രഹിക്കുന്നുണ്ട്. ക്രിസ്തുവിൽ നാം തികയണം. തികവിൻ്റെ മാനദണ്ഡം ക്രിസ്തുവാണ്. ക്രിസ്തുവെ പോലെ തികയാൻ നമുക്ക് കഴിയണം. ഇവിടെ തികഞ്ഞവരാരുമില്ല. തികവിനെ ഞങ്ങൾ ചൂണ്ടിക്കാട്ടുന്ന റോൾ മോഡൽ ആരോടും ക്രിസ്തു തന്നെയാണ്. യുഗപ്രഭാവന്മാർ, ഒട്ടനവധി വേദവിചാരങ്ങൾ നൽകി തന്നിട്ടുള്ളവർ, ദാർശനിക പ്രബോധകന്മാർ, രാഷ്ട്രീയ പ്രമുഖന്മാര്, സാഹിത്യകാരന്മാരൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇന്ദ്രജാലം, മഹേന്ദ്രജാലം കൊണ്ട് ജനഹൃദയങ്ങളിൽ ചേക്കേറിയിട്ടുള്ള വമ്പൻ താരങ്ങൾ. പക്ഷെ അവരാരും തികഞ്ഞവരല്ല. അവർക്കൊക്കെ ന്യൂനതകൾ അനവധിയുണ്ട്. പക്ഷെ എല്ലാറ്റിലും തികഞ്ഞ ഒരുവനേ ഉള്ളൂ, അത് ക്രിസ്തു തന്നെയാണ്. അതുകൊണ്ട് ആ ഭക്തൻ പറയും, എനിക്ക് ആ ക്രിസ്തുവിനെ നേടണം, എനിക്ക് ആ ക്രിസ്തുവെ പോലെ ആകണം. പ്രൈസ് ദി ലോർഡ്. ദേ, ഞാൻ പറയാം, ക്രിസ്തുവിൽ തികയുക എന്ന് പറഞ്ഞാൽ ഏതൊക്കെ മേഖലകളിലാണെന്നറിയാമോ? കുറിച്ചെടുക്കാൻ പാകമായ നിലയിൽ തഞ്ചമായി നിന്ന് നിർത്തി പറയാം നാം പ്രാപിക്കേണ്ട തികവുകൾ ഏതൊക്കെയാണെന്നുള്ളത്. ഈ ഒരു പ്രസംഗം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒത്തിരി പ്രസംഗങ്ങൾ ഉണ്ടാക്കാനുള്ള ഒട്ടനവധി ആലോചനകൾ ദൈവാത്മാവ് തരുന്നുണ്ട്. അതിനെ വൃഥാവാക്കരുത്, അതിനെ ഏറ്റെടുത്തുകൊള്ളണം. നാം തികയണമെന്ന് പറയുമ്പോൾ, ഒന്ന്, വിശുദ്ധിയിൽ തികയണം. 2 കൊരിന്ത്യർ 7:1 വിശുദ്ധിയെ തികച്ച് നാം ഒരുങ്ങി നിൽക്കുക എന്ന് വേട്ടമല ഫിലിപ്പോസ് ഉപദേശം നമ്മളെ കൊണ്ട് പാടിക്കുമ്പോൾ ആ പാട്ടിന്റെ ആദ്യ വരി അദ്ദേഹം ഈ വാക്യത്തിൽ നിന്ന് കടം കൊണ്ടതാണ്. 2 കൊരിന്ത്യർ 7:1 നാം വിശുദ്ധിയെ തികയ്ക്കണം. ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും പോക്കി ദൈവഭയത്തിൽ നാം വിശുദ്ധിയെ തികയ്ക്കണം. അപ്പൊ തികവ്, ഒന്ന്, വിശുദ്ധിയില്; 2, ദൈവസഭയ്ക്ക് വേണ്ടുന്ന തികവ്. അത് ന്യൂ ഇന്ത്യ ബൈബിൾ ചർച്ച് ആയാലും, ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡ് ആയാലും, മറ്റിതര സ്വതന്ത്ര പ്രസ്ഥാനങ്ങളോ മെയിൻ ലീഡിംഗ് ചർച്ചുകൾ എന്തുമാകട്ടെ, അതിനകത്ത് രക്ഷിക്കപ്പെട്ടു നിൽക്കുന്ന മുഴുവൻ ആളുകൾക്കും ഒന്നാമത്തെ തികവ് വിശുദ്ധിയുടെ തികവ്. രണ്ടാമത്തെ തികവ് ഐക്യത്തിന്റെ തികവ്. ഐക്യത്തിന്റെ തികവാണ്. യോഹന്നാൻ 17:23 കർത്താവ് പറയുക, ഇവർ നമ്മിൽ ഒന്നാകേണ്ടതിന് ഇവർ ഐക്യത്തിൽ തികഞ്ഞവരാകണം. തികവെന്ന പദമുള്ള വിഷയങ്ങളെ ഞാൻ കോർത്തിണക്കുകയാണ് മാലയിലെ മുത്തുപോലെ. അതിനെ കരുതണം. ഐക്യത്തിൽ തികയണം. കിറുകിറുപ്പോടെ, ഭിന്ന മനോഭാവങ്ങളോടെ, ജാതിയുടെ, മതത്തിന്റെ, കുലത്തിന്റെ, കുടുംബത്തിന്റെ, വർഗത്തിന്റെ, വർണ്ണത്തിന്റെ, ദിക്കിന്റെ, ഭാഷയുടെ പേരിലൊന്നും അകന്ന് നിൽക്കാതെ ചേർന്ന് നിൽക്കാൻ കഴിയണം. മനസ്സിലായും? ക്രിസ്തുവിന്റെ രക്തത്തിൽ കഴുകപ്പെട്ട ഏതു വ്യക്തിയോടും ഐക്യം സൂക്ഷിക്കാൻ കഴിയുന്നത് ദൈവസഭയുടെ മനോഹാരിത. സ്തോത്രം പറയാൻ എത്ര പേർക്ക് പറ്റും? പ്രൈസ് ദി ലോർഡ്. പലതും ചിലതുമായി സാമ്പത്തികത്തിന്റെ വിഭാഗികതയുണ്ട്, ഉദ്യോഗത്തിന്റെ വിഭാഗികതയുണ്ട്, വീടിന്റെ വലിപ്പത്തിന്റെ വിഭാഗികതയുണ്ട്, ഒട്ടനവധി നിറകുലങ്ങളുടെ വിഭാഗികതകളുണ്ട്. അതൊക്കെ ദൈവസഭയിൽ നിന്ന് പടിക്ക് പുറത്തായിട്ട്, അത് പരിച്ഛേദമില്ലാതെയായിട്ട് ഐക്യത്തിൽ നാം തികഞ്ഞവരായി മാറണം. അതാണ് യോഹന്നാൻ 17:23 അടുത്ത ഒരു തികവ് കേൾക്കണോ? അത് സ്നേഹത്തിന്റെ തികവാണ്. 1 യോഹന്നാന്റെ ലേഖനം 2:5 1 യോഹന്നാൻ 2:5 പറയുന്നു, ആരെങ്കിലും എന്റെ വചനം പ്രമാണിക്കുന്നെങ്കിൽ അവനിൽ ദൈവസ്നേഹം, ബാക്കി പറയാമോ, വാസ്തവമായി തികഞ്ഞിരിക്കുന്നു. അപ്പൊ ദൈവവചനം പ്രമാണിക്കുന്നവനിൽ എന്തോ തികയണം?
സ്നേഹമുണ്ടാകണമെന്നല്ല, സ്നേഹം തികയണമെന്നുള്ളതാണ്. ദൈവത്തിൻ്റെ സ്നേഹം തികയണം. ആ സ്നേഹത്തിൽ എല്ലാവരെയും ഉൾച്ചേർത്ത് നിർത്താൻ നമുക്ക് പറ്റണം. ഹല്ലേലൂയ. അപ്പൊ തികവ് പലതിലും ചിലതിലുമാണ്. ഇനി വേണോ തികവ്? ശക്തിയുടെ തികവ്, ദൈവശക്തിയുടെ തികവ്. 2 കൊരിന്ത്യർ 12:9 പറയുന്നു, ബലഹീനതയിൽ എൻ്റെ ശക്തി തികഞ്ഞു വരുന്നതാണ്. ബലഹീനതയ്ക്ക് മാത്രം മുൻതൂക്കം കൊടുത്തുകൊണ്ട് പരാതി പറഞ്ഞ് പരിദേവനം പറഞ്ഞ് കണ്ണുനീരിൻ്റെ സാക്ഷ്യവും പറഞ്ഞ് നടക്കുന്ന രീതി മാറ്റിയിട്ട്, എനിക്കിച്ചിരി ബലഹീനതയൊക്കെ ഉണ്ട്, അല്പം രോഗാതുരമായ ശരീരമാണ്, എൻ്റെ വാൽവിന് ചെറിയ പ്രതിസന്ധിയുണ്ട്, എൻ്റെ കിഡ്നിക്ക് ചെറിയ പ്രോബ്ലം ഉണ്ട്, നട്ടലിന് സുഷുമ്ന നാഡിക്ക് എന്തോ കുഴപ്പമുണ്ട്, കഴിഞ്ഞ ദിവസം സ്കാൻ ചെയ്തപ്പോൾ യൂട്രസിന് ഫൈബ്രോയിഡ് ഉണ്ടെന്ന് വരെ ഡോക്ടർ കണ്ടെത്തി. ഇതൊക്കെ കേട്ട് കഴിയുമ്പോഴേ നമ്മുടെ ഷേപ്പ് അങ്ങ് മാറുകല്ലേ. ഇതെല്ലാം അങ്ങനെ ഉള്ളതാണ്. സത്യമായിരിക്കുമ്പോൾ തന്നെ ഒരു കാര്യം ദൈവമക്കൾ അറിയണം, ആ ബലഹീനതയ്ക്ക് മീതെ തികഞ്ഞു വരുന്നൊരു ദൈവശക്തിയുണ്ട്. ആ ശക്തിയുടെ തികവ് നാം പ്രാപിക്കുമ്പോൾ നമ്മുടെ ആത്മീയ ജീവിതം അതിൻ്റെ പൂർണ്ണതയിലേക്ക് വരാൻ ഇടയാകുന്നത്. മനസ്സിലായില്ലേ? അന്ധകാര ശക്തികളുടെ ആധിപത്യ വ്യവസ്ഥതയും അതീശത്വമായിരിക്കുന്ന നിലപാടുകളും നമുക്കെതിരെ വരുമ്പോഴും അതിൻ്റെ മീതെ തികയുന്നൊരു ശക്തിയാണ് നമ്മൾ പ്രാപിച്ചെടുത്തത്. കീബോർഡിന്റെ കറുത്തതും വെളുത്തതുമായ കട്ടകളിലൂടെ ഒരു കലാകാരന്റെ വിരലുകൾ ഓടുമ്പോൾ ഉണ്ടാകുന്നൊരു നാദ വിസ്മയമില്ലേ? വലിച്ചു കെട്ടിയ കമ്പുകളിൽ മൃദുവായി താങ്കൾ വിരൽ തട്ടുമ്പോൾ ഉണ്ടാകുന്ന ഒരു നാദ വിപ്ലവമില്ലേ? ഇതെല്ലാം കൂടെ ഒരുമിച്ച് സമന്വയിപ്പിക്കുന്ന ഋതംപാടിൽ ആഞ്ഞു തല്ലുമ്പോൾ ഉണ്ടാകുന്ന ഒരു മേളപ്പെരുക്കമില്ലേ? ഇതെല്ലാം കൂടെ നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കുന്ന ഒരു ബഹളാത്മകത, ഒരു താളാത്മകതയുടെ ബഹളാത്മകതയുണ്ട്. അതാ നമ്മൾ സാധാരണ ഉണർവെന്നൊക്കെ പറയുക. പക്ഷെ കൊട്ടാനും തട്ടാനും മുട്ടാനും പാടിയ പാട്ട് കൂട്ടത്തിൽ പാടാനും ആരുമില്ലെങ്കിലും ദൈവശക്തിയാകത്തുള്ളവൻ നന്നായി ദൈവത്തെ ആരാധിക്കും. അവനെ ഒതുക്കാനും ഒടുക്കാനും ശ്രമിക്കുന്ന അന്ധകാരത്തിന്റെ ശക്തിയോട് യേശുവിന്റെ നാമത്തിൽ അടങ്ങെന്ന് പറയാനുള്ള ഒരധികാരത്തിന്റെ തീവ്രത അകത്തുള്ളവരെ കരമടിച്ച് കർത്താവിനെ ഒന്ന് സ്തുതിക്കട്ടെ. അഭിഷേകത്തിന്റെ ശക്തിയുടെ വല്ലഭത്വം. യെസ്, ഇത്ര ദിവസത്തിനകത്ത് നിന്നെ പാക്കപ്പാക്കുമെന്നും പറപ്പിക്കുമെന്നും കെട്ടുകെട്ടുമെന്നും നിന്റെ വീടിൻ്റെ മുറ്റത്തൊരു നീലപ്പെടുത വലിച്ചു കെട്ടുമെന്നും ഒക്കെ വീരവാദം മുഴക്കുന്ന ദുഷ്ടശക്തിയോട്, നൂർമാന്ത്രവാദിയോട് പറയണം, ആടങ്ങ്, നീയല്ല എൻ്റെ ആയുസിനെ നിർണയിക്കുന്നത്. ഹല്ലേലൂയ. എൻ്റെ ആധാരം എൻ്റെ കർത്താവിൻ്റെ കയ്യിലാണ് എന്ന് പറയാൻ കഴിയണമെങ്കിൽ ബലഹീനതയ്ക്ക് മീതെ വ്യാപരിക്കുന്ന ദൈവശക്തി, അപ്പൊ അതിൽ നാം തികഞ്ഞേ പറ്റുകയുള്ളൂ. ഹല്ലേലൂയ. അങ്ങനെ തികവുകൾ അനവധി നിരവധിയാണ്. അതിനെ ഓരോന്ന് ഞാൻ സാമ്പിൾ തന്നെന്നുള്ളതേ ഉള്ളൂ. ഇനി തികവെന്ന വാക്യങ്ങളെ കണ്ടുപിടിച്ച് കൂട്ടത്തിൽ ചേർത്തിട്ട് ഈ വിഷയത്തെ അങ്ങ് വ്യാപകമാക്കണമെന്ന കാര്യം കൂടി ശുപാർശ ചെയ്യുന്നു. അപ്പം കൊലോസ്യ ലേഖനം നമുക്ക് തരുന്നത് തികവിന്റെ സുവിശേഷമാണ് എന്നറിയണം. അടുത്തത് ഫിലേമോന്റെ ലേഖനമാണ്. ഫിലേമോന്റെ ലേഖനത്തിന്റെ പ്രമേയം വാചകം എന്തെന്നറിയാമോ? ക്രിസ്തുവിൽ വഹിക്കുക എന്നതാണ്. ക്രിസ്തുവിൽ വഹിക്കണം, ക്രിസ്തുവിൽ നാം ഉൾക്കൊള്ളണം എന്നതാണ് ഫിലേമോന്റെ ലേഖനം നമുക്ക് നൽകി തരുന്ന. ഒനേസിമോസ് എന്ന് പറയുന്ന ഒരു ആഫ്രിക്കൻ ട്രൈബ് പയ്യന് വേണ്ടി നമ്മുടെ നാട്ടിലെ ബംഗാളികൾ ജോലി തേടി വരുന്നത് പോലെ അക്കാലത്ത് ആഫ്രിക്കയിൽ നിന്ന് ധാരാളം ആളുകൾ ചേക്കേറിയിരുന്നു ഈ ഇസ്രായേൽ ഫലസ്തീൻ മേഖലകളിലെല്ലാം. അങ്ങനെ വന്ന് അവിടുത്തെ പാടത്തും പറമ്പിലും ഒക്കെ പണിയെടുക്കുന്ന ഒത്തിരി പേരുടെ കൂട്ടത്തിൽ ഫിലേമോന്റെ വീട്ടിലെ, ഫിലേമോന്റെ പറമ്പിലെ ഒരു വേലക്കാരനാണ് ഒനേസിമോസ്. ആ ഒനേസിമോസിന് വേണ്ടി ഫിലേമോനോട് എഴുതുന്ന റെക്കമെൻഡേഷൻ ലെറ്ററാണ് ഏകാധ്യായ ലേഖനമായ ഫിലേമോന്റെ ലേഖനം. എത്ര സുന്ദരമെന്നറിയാമോ, എന്നെ ആസ്വാദ്യമെന്നറിയാമോ? അതിലെ വാക്യങ്ങളെല്ലാം തന്നെ പ്രൈസ് ദി ലോർഡ്. ആ ലേഖനത്തിന്റെ ആന്തരിക പ്രമേയം നാം ക്രിസ്തുവിൽ വഹിക്കണം. എല്ലാവരെയും ആരെയും പാർശ്വവൽക്കരിക്കരുത്. അവൻ ഇന്നതാ കുലം, അവൻ ഇന്നതാ ഇനം എന്ന് പറഞ്ഞ് ആരെയും മാറ്റരുത്. ക്രിസ്തുവിലായി തീർന്ന ഏതു വ്യക്തിയെയും ചേർത്ത് നിർത്താൻ നമ്മെ പ്രേരിപ്പിക്കുന്ന അനുഗ്രഹീതമായ ഒരു പുസ്തകമാണ്. ഏകാധ്യായമാണെങ്കിലും അതിനെ പുസ്തകമെന്ന് വിളിക്കട്ടെ. അതാണ് ഫിലേമോന്റെ ലേഖനം. അതിലെ 2 വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചോണം. 10ാമത് വാക്യം, തടവിൽ ഞാൻ ഇരിക്കുമ്പോൾ ഞാൻ ജനിപ്പിച്ച എൻ്റെ മകൻ. കണ്ടോ, എബ്രായനിൽ ജനിച്ച എബ്രായൻ, ബെന്യാമീൻ ഗോത്രക്കാരൻ, 8ാം നാളിൽ പരിച്ഛേദനയേറ്റവൻ, ന്യായപ്രമാണം സംബന്ധിച്ച് അനന്യനായ ശ്രേഷ്ഠത ഏറെയുള്ള അപ്പോസ്തലൻ പറയുക, അവൻ എൻ്റെ മകനാണ്. ഒനേസിമോസ് യഹൂദനൊന്നും അല്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ, ആഫ്രിക്കൻ ട്രൈബാണ്, കാക്കക്കറുമ്പൻ നീഗ്രോയാണ്. അവനെക്കുറിച്ച് ഈ ദൈവദാസൻ പറയുക, അവൻ എൻ്റെ മകനാണ്. അതാണ് ക്രിസ്തുവിൽ വഹിക്കുന്ന വാഹനം. എത്ര പേർക്ക് സന്തോഷമുണ്ടത്? ഇനി തീർന്നില്ല, 12ാം വാക്യം നോക്കിക്കേ. ഫിലേമോന്റെ ലേഖനം 12 പറയുന്നത് എന്താണെന്നറിയാമോ? അവിടെ പറയുന്നത്, എൻ്റെ പ്രാണപ്രിയനായ അവനെ ഞാൻ
മടക്കി അയക്കുകയും അവനിനി നിന്റെ പാടത്തും പറമ്പിലും നിന്റെ വേലക്കാരനല്ല, നിന്റെ സഹോദരനാ. എനിക്കവൻ സഹോദരൻ, എനിക്കവൻ മകനാ, എനിക്കവൻ പ്രാണപ്രിയന്. അവൻ നിനക്കവൻ അന്യനാകാൻ പാടില്ല. നിനക്കും എനിക്കും മാത്രമല്ല ക്രിസ്തുവിനും അവൻ പ്രയോജനമുള്ളവനായി തീർന്നിരിക്കുന്നു. കാലുവരിയിൽ ചൊരിയപ്പെട്ട പുണ്യാഹരക്തത്തിന്റെ കഴുകൽ പ്രാപിച്ച ഏത് വ്യക്തിയെയും ചേർത്തുകൊള്ളാൻ കഴിയണം. അതല്ല നമ്മോടൊപ്പം ഈ പാർത്തലത്തിൽ ജീവിച്ച് നമ്മെപ്പോലെ ഇവിടെ ചരിക്കുന്ന ഏത് വ്യക്തിയെയും ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നമുക്ക് ഉൾക്കൊള്ളാനുള്ള കഴിവാണ് ഉൾക്കൊള്ളുക. ഫിലിമോന്റെ ലേഖനം നമുക്ക് നൽകുന്ന പ്രബോധനം. ഈ 4 ചിന്തകൾ ബോധ്യമായവർ കർത്താവിനെ സ്തുതിച്ചാട്ടെ. സമയം ഇത്ര നീണ്ടുപോയിട്ട് മുഖവര ഇല്ലാതെ ഈ വാക്യത്തിലേക്ക് പ്രവേശിക്കുന്നത് ഉപകാരമാകില്ല നിങ്ങൾക്ക്. പഠനത്തിന് താല്പര്യമുള്ളവർ, പ്രസംഗകൻ എഴുന്നേറ്റ് നിന്നപ്പോഴേ കുറിപ്പെഴുതാൻ പുസ്തകം തുറന്നവരെ ഞങ്ങൾക്ക് ഇവിടെ നിന്നാ കാണാം. അപ്പൊ എന്തെങ്കിലും കുറിച്ചുകൊണ്ട് പോകാൻ നിങ്ങളുടെ കയ്യിൽ വല്ലതും ഉണ്ടാകണമല്ലോ, കുറിക്കാൻ നിങ്ങൾക്ക് വല്ലതും തരണമല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഈ മുഖവര ഇങ്ങനെ അങ്ങോട്ടാക്കിയത്. നിർത്തുന്നു. വിഷയത്തിന്റെ മുഖവരയും അവസാനിപ്പിക്കുകയും ഇനി നാം ചിന്തിക്കാൻ പോകുന്നത് ക്രിസ്തുവിന്റെ മഹത്വം എന്നതാണ്. നാം നേടേണ്ടിയ ക്രിസ്തുവിന്റെ മഹത്വം. NC സാറിന്റെ മെസ്സേജും എൻ്റെ മെസ്സേജും വ്യത്യസ്തമാകാതെ ഞാൻ അതിനെ ലിങ്ക് ചെയ്യുകയോ കണക്ട് ചെയ്യുകയോ. നാം നേടേണ്ടിയ ക്രിസ്തുവിന്റെ മഹത്വം എന്താ? ആരെങ്കിലും നേടിയിട്ട് കാര്യമില്ലല്ലോ. നമ്മൾ പലരും ചിലരെ നേടാൻ നെട്ടോട്ടം ഓടുന്നുണ്ട്. അവർക്കൊന്നും വലിയ കഴമ്പില്ലാത്തവര്. പക്ഷെ ഇന്ന് രാത്രി നേടണമെന്ന് പ്രഥമമായി നമ്മെ കേൾപ്പിച്ച ദൂതന്റെ മുമ്പിൽ ഒരു കാര്യം ഓർത്തോണം. നാം നേടേണ്ട ക്രിസ്തു മഹത്വവാനായ ക്രിസ്തുവാണ്. ക്രിസ്തുവിന്റെ മഹത്വം അറിയാൻ ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? ക്രിസ്തുവിനെ കുറിച്ച് മാത്രമാ പറയാൻ ഞങ്ങളെ നിയോഗിച്ചിരിക്കുന്നത്. വേറെ വിഷയങ്ങൾക്കൊന്നും വലിയ താല്പര്യമില്ല. ഒരുപക്ഷെ വേറൊരു വിഷയത്തിലേക്ക് ചുവടൊന്ന് മാറ്റിച്ചപട്ടിയാൽ ഇവിടെ ഒരു വലിയ ആത്മീയ ആന്തോളനം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ഇരിക്കുന്നിടം മറന്ന് ആരാധിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ഹൃദയത്തിന്റെ ആഴങ്ങളിലേക്ക് അങ്ങ് ഇറങ്ങത്തക്ക നിലയിൽ ക്രിസ്തുവിന്റെ മഹത്വത്തെ ഇന്ന് രാത്രിയിൽ ഞാൻ വിഷയ വിഭജനമായി അങ്ങോട്ട് നൽകുകയാണ്. അത് മാത്രം നമുക്ക് കേട്ടുപോകുന്നതാണ് നല്ലത്. ഓക്കെ, ഞാൻ അതിനെ വിഷയത്തെ പഠന സൗകര്യാർത്ഥം 1, 2, 3 എന്ന് വിഭജിക്കുകയാണ്. സമയത്തിന്റെ ലഭ്യതയും കേൾക്കാനുള്ള നിങ്ങളുടെ താല്പര്യവും പരിഗണിച്ചുകൊണ്ട് ഞാൻ ഇനി മുൻപോട്ട് പോവുക. ശ്രദ്ധിക്കുക, ക്രിസ്തുവിന്റെ മഹത്വത്തിൽ ഒന്നാമത് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് മനുഷ്യത്വത്തിന്റെ മഹത്വമാണ്. ക്രിസ്തുവിന്റെ മനുഷ്യത്വത്തിന്റെ മഹത്വം. സന്തോഷമാണോ അതൊന്ന് പഠിക്കുന്നത്? യേശുവിന്റെ മനുഷ്യത്വത്തിന്റെ മഹത്വം. യേശു ക്രിസ്തു, ക്രിസ്തു യേശു, കർത്താവായ യേശു ക്രിസ്തു എന്നൊക്കെ പല നിലകളിലാണ് അപ്പോസ്തലന്മാർ അവരുടെ ലേഖനങ്ങളിൽ പ്രതിപാദിച്ചിട്ടുള്ളത്. നമ്മളും അങ്ങനെയൊക്കെയാണ്. യേശു ക്രിസ്തു എന്ന് പറയാറുണ്ട്, ക്രിസ്തു യേശു എന്ന് പറയാറുണ്ട്, കർത്താവായ യേശു ക്രിസ്തു, കർത്താവായ ക്രിസ്തു യേശു, ക്രിസ്തു എന്ന് മാത്രം പറയാറുണ്ട്. ഇതിൻ്റെയൊക്കെ അർത്ഥം എന്തോന്ന് അറിഞ്ഞുകൊണ്ട് വല്ലതും ആണോ ഈ പറയുന്നത്? വായിക്ക് വരുന്ന അനുസരിച്ച് നമ്മൾ അങ്ങ് പറയുന്നു, എഴുതുന്നു. അപ്പോസ്തലന്മാർ അങ്ങനെ എഴുതി വെച്ചതാണോ? എഴുതിക്കൊണ്ടിരുന്നപ്പോൾ ആദ്യം വന്നത് യേശു ക്രിസ്തു, അങ്ങനെ അങ്ങ് എഴുതി വെച്ചു. പിന്നെ വന്നത് ക്രിസ്തു യേശു, അങ്ങനെ അങ്ങ് എഴുതി വെച്ചു. അങ്ങനെ വല്ലതും ആണോ? പേനാട് തുമ്പിൽ തെളിഞ്ഞു വന്നതായിരിക്കുന്ന സംഗതിക്കനുസരിച്ച് എഴുതി വെച്ചതല്ല. യേശു ക്രിസ്തു എന്ന് പറയുന്നതിനും ക്രിസ്തു യേശു എന്ന് പറയുന്നതിനും കർത്താവായ യേശു ക്രിസ്തു എന്ന് പറയുന്നതിനും ഒക്കെ അർത്ഥത്തിന്റെ ആഴങ്ങളുണ്ട്. അതും കൂടെ നാം ആദ്യ ദിവസം അറിയുന്നത് നല്ലതായിരിക്കും. ഞാൻ ഇനി പറയുന്ന ശ്രദ്ധിക്കണേ. യേശു ക്രിസ്തു എന്ന് പറയുന്നതും ക്രിസ്തു യേശു എന്ന് പറയുന്നതും വ്യത്യാസമുണ്ട് അർത്ഥത്തിൽ. ആളത്വം ഒന്ന് തന്നെയാണ്, ഔന്നത്യം ഒന്ന് തന്നെയാണ്, ഉത്തുംഗ പ്രതാപമുള്ള ആളത്വം ഒന്ന് തന്നെയാണ്. പക്ഷെ ഇങ്ങനെ വ്യത്യസ്തമായി പറയുന്നതിൻ്റെ പിന്നിലുള്ള ആശയത്തിന്റെ ആഴം എന്താ പറയാം, ശ്രദ്ധിക്കണം. ക്രിസ്തു യേശു എന്ന് പറഞ്ഞാൽ ക്രിസ്തു ദൈവത്വനാമമാണ്, യേശു മനുഷ്യത്വനാമമാണ്. അത്യുന്നതിന്റെ ശക്തി നിന്റെ മേൽ നിഴലിടുമ്പോൾ ഉണ്ടാകുന്ന വിശുദ്ധ പ്രജൻ. ജനങ്ങളെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവന് യേശുവെന്ന് പേരിടണം. ദൈവത്തിന് പേരില്ല, ദൈവത്തിൻ്റെ ഔന്നത്യം അനുസരിച്ചുള്ള നാമങ്ങൾ നമ്മൾ വിളിക്കുന്നു എന്നതാണ്. പക്ഷെ പേരിടണമെന്ന് പറഞ്ഞത് മനുഷ്യത്വത്തിന്. അതുകൊണ്ട് യേശു എന്നുള്ളത് മനുഷ്യത്വ നാമമാണ്. അങ്ങനെയാണെങ്കിൽ ക്രിസ്തു യേശു എന്ന് പറഞ്ഞാലുള്ള ആശയം, ഈ 2 നാമങ്ങൾ ഒരുമിച്ച് വരുമ്പോഴുള്ള ആശയം എന്താണെന്നറിയാമോ? ക്രിസ്തു ദൈവമായിരുന്നവൻ, കണ്ടോ, പരമോന്നത സ്ഥാനീയനായിരുന്നവൻ, കണ്ടോ, ഏറ്റവും ഉത്തുംഗ പ്രതാപത്തിൽ കഴിഞ്ഞിരുന്നവൻ താഴേക്കിറങ്ങി വന്നു നമുക്ക് വേണ്ടി. അപ്പോൾ പരമോന്നത സ്ഥാനത്തു നിന്ന് പരിത്യാഗം ചെയ്തിറങ്ങി വന്നവൻ എന്നർത്ഥമാണ് ക്രിസ്തു യേശു എന്ന് പറയുമ്പോൾ. ക്രിസ്തു ആദ്യം വന്നാൽ പരമോന്നതനായിരുന്നവൻ, യേശു പിന്നീട് വരുമ്പോൾ പരിത്യാഗം ചെയ്തവൻ, രക്ഷാകര പദ്ധതിക്ക് വേണ്ടി സർവവും വെടിഞ്ഞ് താഴേക്ക്. അല്പം കൂടെ ഭംഗിയായി പറഞ്ഞാൽ
ഇത്ര വലിയ രക്ഷ നമുക്ക് സമ്മാനിക്കുവാൻ ഇത്ര വലിയ താഴ്ച അനുഭവിച്ചവൻ, അതാണ് ക്രിസ്തു യേശു എന്ന് പറയുന്നത്. അപ്പൊ ഔന്നത്യമാണ് ക്രിസ്തു എന്ന നാമം, മനുഷ്യത്വത്തിന്റെ ഭംഗിയ യേശു എന്ന നാമം. ഇനി തിരിച്ചു പറഞ്ഞു നോക്കിക്കേ, യേശു ക്രിസ്തു എന്ന് പറഞ്ഞ അർത്ഥം എന്താ? പരിത്യാഗം ചെയ്ത ഇടത്തു നിന്നവനെ പരമോന്നത സ്ഥാനത്തേക്ക് ദൈവം ഉയർത്തി. അതുകൊണ്ടാണ് ക്രിസ്തു യേശു ക്രിസ്തു എന്ന് പറയുന്നത്. മനസ്സിലാകുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പം ആദ്യം ക്രിസ്തു യേശു എന്ന് പറഞ്ഞാൽ പരമോന്നത ദൈവമായിരുന്നവൻ ദൈവത്വം മാറ്റിവെച്ച് നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വന്ന പരിത്യാഗത്തെ അനുസ്മരിക്കുന്ന ആശയമാണ് ക്രിസ്തു യേശു എന്ന്. ആ പരിത്യാഗ അവസ്ഥയിലേക്ക് ഇറങ്ങി വന്നവനെ പിന്നെ അങ്ങനെ തന്നെ ആക്കിയൊക്കെ ആയിരുന്നില്ല, സർവത്തിനും മീതെ അവനെ ഉയർത്തി. സകല മുഴങ്കാലും മടങ്ങുന്നതും സകല നാവും ഏറ്റുപാടുന്നതുമായ ഉന്നത സ്ഥാനത്തേക്ക് പിതാവ് ഉയർത്തി. അതാണ് ഫിലിപ്പിയ ലേഖനം 2:9 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. മനസ്സിലാകുന്നുണ്ടോ? അതാണ് ക്രിസ്തു യേശു, യേശു ക്രിസ്തു എന്നുള്ള പ്രയോഗങ്ങളുടെ അർത്ഥതലം. ഇതിന്റെ കൂടെ കർത്താവെന്നും കൂടെ ചേർത്താലുള്ള അർത്ഥം എന്താ? പരമാധികാരിയായവൻ, ദ സോവറിൻ ഗോഡ്, എല്ലാറ്റിന്റെ മീതെ സർവശക്തനായവൻ, സർവാധികാരിയായവൻ, സർവത്തിനും മീതെ തലയായവൻ. കണ്ടോ? സർവദേവന്മാർക്കും മീതെ ഉള്ളവൻ എന്നൊക്കെ അർത്ഥത്തിലാണ് കർത്താവ്, ദ ലോർഡ്, ദ മാസ്റ്റർ എന്നൊക്കെയുള്ള പ്രയോഗം. അപ്പൊ നമ്മുടെ കർത്താവിന്റെ നാമങ്ങളിൽ നമുക്ക് സന്തോഷിപ്പാൻ കഴിയണം. ബോധ്യമായവർ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് വായിപ്പാൻ കഴിയും. ഏറ്റവും മനോഹരമായ ഒരു വാക്യം സാർ വായിച്ച വാക്യത്തിന്റെ തൊട്ടു മുകളിൽ എൻ്റെ കർത്താവായ ക്രിസ്തു യേശുവിനെ കുറിച്ചുള്ള, അപ്പൊ കർത്താവായ ക്രിസ്തു യേശു കണ്ടില്ലേ? ആ നാമങ്ങളുടെ അനുഗ്രഹീതമായ സമഞ്ജസമായ സംയോജനം കണ്ടോ? കർത്താവായ ക്രിസ്തു യേശു, പരമാധികാരിയായവൻ ആ മഹോന്നത പദവി വിട്ട് താഴേക്ക് യേശുവെന്ന മനുഷ്യത്വ നാമം സ്വീകരിച്ച് എനിക്ക് വേണ്ടി വന്നു. അതുകൊണ്ട് അവൻ എന്റേതായി മാറി. ആ പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ സകലതും എന്തോ ഇതെന്ന് ഛേദമെന്നെണ്ണുന്നു. ഹല്ലേലൂയ! അതെത്ര മനോഹരമായൊരു കാര്യം. ക്രിസ്തു പരിജ്ഞാനം, ക്രിസ്തുവിനെ നേടേണ്ടതിന് എനിക്ക് തടസ്സമായി വരുന്ന എത്ര വലിയ ലാഭമായാലും, എത്ര വലിയ നേട്ടമായാലും, എത്ര വലിയ പത്രാസാണെങ്കിലും ഞാൻ അതിനെ ഛേദമെന്നെണ്ണുന്നു. ഫിലിപ്പിയ ലേഖനത്തിൽ ഇല്ലാത്ത ഒരു പദം ചിലരൊക്കെ ആവേശം കയറി പറയാറുണ്ട്, ചപ്പെന്നും ചവറെന്നും എണ്ണുന്നു എന്നൊക്കെ. മൈക്കിനകത്തോടൊക്കെ അങ്ങനെ വിളിച്ചു പോകുന്നവരെ കേട്ടിട്ടുണ്ട്. ചപ്പെന്നൊന്നും വേദോസത്തിൽ ഇല്ല, നമ്മൾ വാരിയിടുന്ന ചപ്പാത്. വേദോസത്തിൽ ചവറെന്നെണ്ണുന്നു എന്നുള്ളതേ ഉള്ളൂ. പുസ്തകത്തിൽ ഇല്ലാത്ത കുറേ കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ എഴുന്നള്ളിക്കാറുണ്ട്. അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചോളും. ചിലർ സഭായങ്ങളെ ഉപേക്ഷയായി അങ്ങനെ ഒരു വിചാരമില്ല വേദോസത്തിൽ. ആ വാക്യത്തിൽ വിചാരിക്കുന്നു എന്നൊരു പ്രയോഗമേ ഇല്ലെന്ന് നമ്മൾ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആ സൂത്രമൊക്കെ വേദോസത്തിൽ അങ്ങനെയൊന്നും എഴുതി വെച്ചിട്ടില്ല. ദൈവത്തെ ആരാധിക്കുന്നവർ ആ മലയിലുമല്ല, പിന്നെ അങ്ങനൊരു മലയില്ല ഇവിടെ. ആ മലയിലുമല്ല, ഈ മലയിലുമല്ല എന്നല്ല, ആ മലയിലുമല്ല, യെരുശലേമിലുമല്ല എന്ന വാക്യം. അതിന് നമ്മളവിടെ മല പണിത് വെച്ചിരിക്കുക. അപ്പോൾ വേദോത്സവത്തിൽ ഇല്ലാത്ത കുറേ സാധനങ്ങൾ കൂടി വരുമ്പോഴൊക്കെയും ഇത് ചെയ്യുവാൻ നമ്മുടെ കർത്താവ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? കർത്താവ് കൂടി വരുമ്പോഴൊക്കെയും ചെയ്യുക. ജനറൽ കൺവെൻഷനും സെക്ഷൻ കൺവെൻഷനും ഡിസ്ട്രിക്ട് കൺവെൻഷനും ഒക്കെയുള്ള സംയുക്ത സഭായോഗത്തിന് തളികയിൽ അപ്പവും വീഞ്ഞും എടുത്തു വെച്ചുകൊണ്ട് കൂടി വരുമ്പോഴൊക്കെ ഇത് ചെയ്യാൻ നമ്മുടെ കർത്താവ് പറഞ്ഞൊന്ന് വൈബ്രേഷൻ ഇട്ട് പറയുന്നുണ്ട്. വേദോത്സവത്തിൽ ഇന്ന് വരെ തപ്പിയിട്ട് അങ്ങനെ ഒരു വാക്യം കണ്ടിട്ടേ ഇല്ല. ആരാണ്ട് പണ്ട് പറഞ്ഞൊപ്പിച്ച് വെച്ചൊരു വാക്യം, അങ്ങനെ ഒരു സൂത്രം വേദോത്സവത്തിൽ ഇല്ല. കുടിക്കുമ്പോഴൊക്കെയും ചെയ്യാൻ വീഞ്ഞിനെ കുറിച്ച് പറയുന്നുണ്ട്, കൂടി വരുമ്പോഴൊക്കെയും ചെയ്യാൻ കർത്തൃമേശ. അങ്ങനെയാണെങ്കിൽ നമ്മളെല്ലാം കൂടി ഇപ്പോൾ കൂടി വന്നല്ലോ, അപ്പം നോക്കണം. ഇപ്പം അപ്പൊ കൂടി വരുമ്പോഴേക്കെന്നുള്ള വാക്യമൊന്നുമില്ല. അങ്ങനെ കുറേ വാക്യങ്ങളുണ്ട്. അതിനകത്ത് ഇങ്ങനെ കയറി വന്നൊരു ചപ്പാണ് ഫിലിപ്പിയ ലേഖനത്തിൽ. അവിടെ ചവറെന്ന് മാത്രമേ ഉള്ളൂ. ഞാനതിനെ ചവറെന്ന് എന്തോ ചെയ്യുന്നു, എണ്ണുന്നു എന്നുള്ള പ്രയോഗമാണ്. കാരണം എന്താ? ക്രിസ്തു പരിജ്ഞാനം എൻ്റെ അകത്തേക്ക് വന്നപ്പോ അതിന് വിരുദ്ധമായിട്ടുള്ള സകല സംഗതികളെയും ഞാൻ ഉപേക്ഷിക്കും. ആ ഉപേക്ഷിക്കുന്നു എന്ന് പറയുന്ന സംഗതി എന്താണെന്നറിയാമോ? ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 4 മുതൽ 7 വരെ പറഞ്ഞിരിക്കുന്നതിൻ്റെ കാസ്റ്റ് ഐഡന്റിറ്റി, അതായത് തൻ്റെ ജാതീയമായ, കുലപരമായ, വർഗപരമായ, തൻ്റെ ജനിച്ച തറവാടിത്വത്തിൻ്റെ മഹത്വപൂർണമായ ചിന്തകളെ അക്കമിട്ട് നിരത്തിയിട്ട് പറയാം, അത്രയുമല്ല എൻ്റെ കർത്താവായ ക്രിസ്തുയേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത എൻ്റെ അകത്ത് വന്നപ്പോൾ എനിക്ക് ഇതല്ല വലുത്, ഞാനതെല്ലാം കൂടെ ചുരുട്ടിയെടുത്ത് കളയുന്നു. ക്രിസ്തുവിനുള്ളതാണ് എനിക്ക് ഏറ്റവും വലുത്. ആ അഭിമാനം എത്ര പേർക്കുണ്ട്? ഈ ചുമ്മാ തലക്കനം കാണിക്കുന്നവരെ ഓർത്ത് നിങ്ങൾ പേടിക്കുകയൊന്നും വേണ്ട. അവരോട് വഴക്കുണ്ടാക്കാനൊന്നും പോകരുത്. ചുമ്മാ പൊങ്ങച്ചം കാണിക്കുന്നവരോട് ഞാൻ ആരാന്നറിയാമോ?
അങ്ങനെ നിൽക്കുന്ന ആളുകളുണ്ട്. അവരെ കുറിച്ച് ഓർത്തോണം, ഇതുവരെ എന്തോ കയറിയിട്ടില്ല അകത്ത്, ക്രിസ്തു പരിജ്ഞാനം കയറിയിട്ടില്ല. ക്രിസ്തു പരിജ്ഞാനം കയറിയാൽ വിധേയത്വം, വിനയം, എളിമ, താഴ്മ, സൗമ്യത, ശാന്തത, ശാലീനത, നൈർമല്യത, നിഷ്കളങ്കതയൊക്കെ ഉണ്ടാകും. ചിലരുടെ ഇരിപ്പും ഭാവമൊക്കെ കണ്ടാൽ എൻസൈക്ലോപീഡിയ ചുരിദാർ ഇട്ടുകൊണ്ടിരിക്കാൻ തോന്നിപ്പോകും. എൻസൈക്ലോപീഡിയ മുണ്ടും ഉടുപ്പും ഒക്കെ ഇട്ട് ജുബായൊക്കെ ഇട്ടിരിക്കുകയാണ് തോന്നിപ്പോകും. ഒന്നും അറിയത്തില്ല, എന്നാലും എൻസൈക്ലോപീഡിയ ആണെന്നുള്ള ഭാവമാണ്. സഭയിലെ ദൈവദാസന്മാർ പ്രസംഗിക്കാൻ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ മുമ്പിലിരിക്കുന്ന ചില ബിരുദന്മാരുടെ ഇരിപ്പ് കണ്ടാൽ അവരാണ് പാസ്റ്റർക്ക് ട്യൂഷൻ എടുക്കുന്നതെന്ന് തോന്നിപ്പോകും. ആ ഭാവത്തിലാണ് ഇരിക്കുക. മനസ്സിലായി? ഇതൊക്കെ എത്ര കേട്ടതാ പാസ്റ്റർ. കഴിഞ്ഞ 3 വർഷം ഇവിടെ ഇരുന്ന പാസ്റ്റർ ഇതൊക്കെ തന്നെ പറഞ്ഞത്. പിന്നെന്തോ കേൾക്കാനാ? കോട്ടുവായിട്ട് കാണിക്കുക, ലക്ഷ്യമായിട്ടിരിക്കുക, വാച്ച് കെട്ടിയ കൈ ഉയർത്തി പ്രൈസ് ദി ലോർഡ് എന്നൊക്കെ കാണിക്കുന്ന ലക്ഷണങ്ങളുണ്ട്. ഇതൊക്കെ ഒരുമാതിരി വല്ലാത്ത അനുഭവം, അഹന്തയുടേതാ. ഇതൊക്കെ മാറിപ്പോകണമെങ്കിൽ ക്രിസ്തു പരിജ്ഞാനം അകത്ത് കയറണം. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട് ഞാൻ പറയുന്നത്? അപ്പൊ ഈ ക്രിസ്തു പരിജ്ഞാനം ഒരുവന്റെ അകത്ത് വന്നാൽ ഞാനല്ല, എന്നിൽ വസിക്കുന്ന ദൈവത്തിന്റെ കൃപയത്ര എന്ന് പറയാൻ കഴിയും. അതാണ് പൗലോസ് ഇവിടെ അർത്ഥമാക്കുന്നത്. ഓക്കെ, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമുക്ക് ഈ കർത്താവും ക്രിസ്തുവും യേശുവും കൂടെ ഒരുമിച്ച് വരുന്ന ഒരു ഭാഗം ഞാനൊന്ന് പരിചയപ്പെടുത്തി എന്നുള്ളതേ ഉള്ളൂ. നമുക്ക് ഈ വാക്യത്തിലേക്ക് വരാം. കൊലോസ്യ ലേഖനം അനുഗ്രഹീതമായ ലേഖനമാണ്. കൊലോസ്യ ലേഖനം, തൊട്ടിപ്പുറത്ത് ഫിലിപ്പിയ ലേഖനം, അതിൻ്റെ തൊട്ടപ്പുറത്ത് എഫെസ്യ ലേഖനം. ഇത് മൂന്നും കൂടെ തൊട്ടൊരുമി നിൽക്കുന്നു. ഈ 3 ലേഖനങ്ങളിൽ ക്രിസ്തുവിൻ്റെ മഹത്വം ഗംഭീരമാണ്. സാറ് ഫിലിപ്പിയ ലേഖനത്തെ തൊട്ടു. ഞാൻ കൊലോസ്യ ലേഖനത്തിൽ നിന്ന് ചില കാര്യങ്ങൾ ഇനി പറയുകയും, ഒട്ടനവധി ദൈവമക്കൾ, ദൈവദാസന്മാർ, യൂത്ത്സിനെ ഗൈഡ് ചെയ്യുന്നവർ, മോട്ടിവേറ്റ് ചെയ്യുന്നവർ, സഭയുടെ ഔദ്യോഗിക സ്ഥാനികളൊക്കെ ഉള്ളതുകൊണ്ട് കൊലോസ്യ ലേഖനത്തെ ഞാൻ ഒന്ന് ക്രിസ്തുവിൻ്റെ മഹത്വം കൊലോസ്യ ലേഖനത്തിൽ നിന്ന് ഒന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. അതിൻ്റെ മനുഷ്യത്വത്തിൻ്റെ തിളക്കമല്ലേ ഞാൻ ഒന്നാമത് തന്ന കുറിപ്പ്, അതിലേക്ക് വരികയാണ്. ശ്രദ്ധിക്കണം. യേശു മനുഷ്യത്വത്തിൽ തിളക്കമുള്ളവനായിരുന്നു. ദൈവമായിരിക്കുമ്പോൾ തന്നെ ഇവിടേക്ക് അവതരിച്ച, ഇൻകാർണേറ്റ് ചെയ്ത്, അവതാരം എന്നൊക്കെയുള്ള പദം നമുക്ക് ഏതാണ്ട് ഒരു ഇച്ചീജി പോലെയാണ്. പക്ഷെ അർത്ഥത്തിൽ അത് ഏറ്റവും സവിശേഷമായൊരു പദമാണ്. പ്രത്യക്ഷത എന്നുള്ള പ്രയോഗമാണ് അവതാരം, ഇൻകാർണേഷൻ, അവതാരം എന്നൊക്കെയുള്ള പദം. അവതാരം എന്ന സംസ്കൃത പദത്തിൻ്റെ അർത്ഥം നല്ലത് ചെയ്യുവാൻ ഇറങ്ങി വരിക. കർത്താവ് നല്ലത് ചെയ്യുവാൻ ഇറങ്ങി വന്നു. അതുകൊണ്ട് ഏക അവതാരം ക്രിസ്തു തന്നെയാണെന്നാണ് ഞാൻ ഉറക്കെ പറയുന്നത്. എല്ലാ കവലകളിലും കൊല വിളിക്കാൻ വേണ്ടി, വെട്ടി നിരത്താൻ, തട്ടി തകർക്കാൻ വേണ്ടിയല്ല, ചോര നമുക്ക് വേണ്ടി നമ്മെ വീണ്ടെടുക്കാനാണ് കർത്താവ് വന്നത്. അങ്ങനെയാണെങ്കിൽ നല്ലത് ചെയ്യുവാൻ ഇറങ്ങി വന്നവനെ ആണ് അവതരിച്ചത്. ആ അവതാരം ക്രിസ്തുവാണ്. അങ്ങനെ അവതരിച്ച ക്രിസ്തു. ഞാനൊരു വാക്യം, 2 വാക്യം ഒന്ന് യോജിപ്പിച്ചോട്ടെ. യോഹന്നാൻ 3:16 അറിയാം നമുക്ക്, അല്ലേ? ആരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി യേശുവിനെ നൽകി എന്നുള്ളതാണ്. ആ 3:16 പോലെ പ്രസക്തമായി വേറൊരു 3:16 ഉണ്ട്. ഏതെന്നറിയാമോ? 1 തിമോത്തിയോസ് 3:16. യോഹന്നാൻ 3:16, 1 തിമോത്തിയോസ് 3:16 സമന്വയിക്കപ്പെടേണ്ട വാക്യമാണ്. 1 തിമോത്തിയോസ് 3:16 നാം കാണുന്നത് അവൻ ജഡത്തിൽ വെളിപ്പെട്ടു എന്നാണ്. അവൻ ആരെയായി അവൻ എന്നൊക്കെ പറയുക? മലയാള ഭാഷയിലെ വേദപുസ്തകത്തിൻ്റെ ലിപ്യന്തരണത്തിൽ കടന്നുകൂടിയ ഒരു വലിയ കേടാണ് ദൈവത്തെ അവനെന്നും യേശുവിനെ ഇവനെന്നും നിന്റെ എന്നും നീ എന്നും ഒക്കെ വിളിക്കുക. അത് നമ്മളങ്ങ് സ്വീകരിച്ചുകൊണ്ട് 10 മിനിറ്റ് പ്രാർത്ഥിക്കുന്ന ഒരു പുള്ളി അതിനകത്ത് 15 പ്രാവശ്യമെങ്കിലും ദൈവത്തെ നീ എന്നും നിന്റെ എന്നും ഒക്കെ വിളിച്ചങ്ങ് ശീലിച്ചു പോയി. അങ്ങനെ പ്രാർത്ഥിച്ചു തുടങ്ങി നമ്മളെ ആരും തിരുത്തിയില്ല. ഇന്നും നമ്മൾ അങ്ങനെ പറയും, നിന്റെ ശക്തി, നിന്റെ കൃപ, നിന്റെ ദാസനെ നീ തന്നെ ഇന്ന് രാത്രി ഉപയോഗിക്കണേ. അല്പം കൂടെ ഭംഗിയായിട്ട് പറഞ്ഞു ഇങ്ങനെ വരുമ്പം കർത്താവ് മൈക്ക് ലൈറ്റ് വല്ല നീ തന്നെ. പിന്നെ കർത്താവ് മൈക്കുകാരനല്ലേ? നീ 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 നിന്റെ 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 എന്നും പറഞ്ഞാൽ നമ്മുടെ ഒരു ഇടപാട്. എന്നാൽ ഇതിന് മാറ്റം വരിക അറിയില്ല. കൊച്ചു കുഞ്ഞുങ്ങളോട്, യൂത്ത്സിനോട് ഞാൻ പറയാം, മക്കളെ, ദീ ദായ് ദൗ, അങ്ങ്, അവിടുന്ന്, അവിടുത്തോട്. പഴയ ഇംഗ്ലീഷ് ബൈബിളിലൊക്കെ അതാണ്. ലിപ്യന്തരണം ചെയ്തപ്പോൾ നീയും നിന്റെയൊക്കെ ആയിപ്പോയത്. പാട്ടും അങ്ങനെയാണല്ലോ, നീ മാത്രം മതി. കർത്താവിനോട് പറയാം, നീ മാത്രം മതി. ഒരാദരവും ഇല്ലാത്ത നമ്മുടെ അയൽവാസി തമിഴ്നാട്ടുകാരൻ അപ്പുറത്ത് നിന്ന് പ്രാർത്ഥിക്കുന്നു, അപ്പോ ആണ്ടവര് യേശു സ്വാമി എന്നൊരൊറ്റ വിളി വിളിക്കുമ്പോൾ സ്വർഗം ഇങ്ങ് ഇറങ്ങുന്ന ആളോട്ട് എന്ന സുഖമെന്നറിയാം. അതിൻ്റെ അപ്പുറത്ത് ഹിന്ദിക്കാരനോട് മേര ഖുദാവന്ത്, മേര പരമേശ്വർ എന്നൊക്കെ വിളിക്കുമ്പോൾ എന്നെ ഒരു ആദരവാണെന്നറിയാം. അന്നേരം മലയാളി ഇവിടെ ടെൻറ്റ് കെട്ടി 21 ദിവസം ഉപവാസത്തിൽ നീയെന്നും നിന്റെ എന്നൊക്കെ വിളിച്ചുകൊണ്ട് കിടന്ന് അലറുമ്പോൾ തമ്പുരാൻ ദൂതന്മാരോട് ആരാ അത് കേരളത്തിൽ നിന്നാണ് ഷട്ടറും കിട്ടേക്കാൻ പറഞ്ഞു. കേട്ടോണ്ട് നിൽക്കണ്ടേ 21 ദിവസം ഈ നീയും നിന്റെയൊക്കെ? മക്കളെ,
മക്കളുമാരെന്നെ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കാം, അത്ര വലിയ പ്രശ്നമാണെന്ന്. മോളെ, അത്ര വലിയ പ്രശ്നമാണെങ്കിൽ നീ എന്ന് വിളിക്കുന്നതെന്ന് അറിയണമെങ്കിൽ ഇന്ന് രാത്രി കൺവെൻഷൻ ചെന്ന് വീട്ടിൽ ചെല്ലുമ്പം പപ്പായെ നീ വായിച്ച പത്രം എന്ത് ചെയ്യുന്നു ചോദിക്കണം. മമ്മിയെ നീ എൻ്റെ ഫോൺ എടുത്ത് അവിടെ കൊണ്ടുവച്ചെന്നൊന്ന് ചോദിക്കണം. അല്ലെ ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ തീയാടിക്കൽ ഇവിടുത്തെ സബ് ഇൻസ്പെക്ടർ നീ എന്നെ രാത്രി ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിക്കാൻ വെച്ചാൽ ഇവിടുത്തെ പൗരസമിതിയുടെ ആളായിരിക്കും താങ്കൾ, നീ എന്നെ രാത്രി ഇവിടെ നിൽക്കുന്നേ എന്ന് ചോദിച്ചാൽ ബ്രേക്ക്ഫാസ്റ്റ് നാളെ സർക്കാർ ചെലവിലായിരിക്കും. അപ്പം നമുക്ക് വിവരമുണ്ട് ആരെ വിളിക്കണം, എങ്ങനെ വിളിക്കണം എന്നുള്ളത്. ദൈവത്തിൻ്റെ അടുക്ക വരുമ്പോൾ മാത്രം ഈ ബോധക്കേട് എന്താണെന്ന് എനിക്ക് മനസ്സിലാകാത്തത്. അങ്ങ് അവിടുന്ന് അവിടുത്തോട് നിങ്ങൾ സ്വോത്രം പറയത്തില്ലെന്ന് എനിക്കറിയാം. ആ കാര്യത്തിന് നമ്മുടെ ബഹുമാന്യ ഫാദർ അങ്ങ് നേരത്തെ പോയി, അദ്ദേഹം കൂടെ ഉണ്ടായിരുന്നെ അദ്ദേഹം എഴുന്നേറ്റ് സ്വോത്രം പറഞ്ഞാണ്. കാരണം അവരാരും അങ്ങനെ പറയത്തില്ല. ബന്ധക്കോസുകാരുടെ ദൈവവുമായിട്ടുള്ള ഇടപാട് നമ്മുടെ മൂത്ത അമ്മാച്ചനാന്ന് തോന്നിപ്പോകും. ദൈവം ഭയമില്ല, ഭക്തിയില്ല, ആദരവില്ല, ഭാഷാ പ്രയോഗത്തിലൊന്നും നമുക്കൊരു മാന്യതയില്ലാതെയായി. അതാ അവിടെ അങ്ങനെ പറഞ്ഞിരിക്കുന്ന ആ പ്രയോഗം മനസ്സിലായില്ലേ? മനുഷ്യത്വത്തിന്റെ തിളക്കത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ 3 വാക്യങ്ങൾ ഞാൻ തരും, 3 പ്രധാന വാക്യങ്ങൾ. അപ്പം ഞാൻ ഈ പറഞ്ഞു വന്നത് 1 തിമോഥെയോസ് 3:16. അവൻ ജഡത്തിൽ വെളിപ്പെട്ടു. അവൻ എന്ന് പറയുന്നത് സാക്ഷാൽ ദൈവമാണ്. ഗോഡ് മാനിഫെസ്റ്റഡ് ഇൻ ദ ഫ്ലഷ്. ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു എന്നാണ് യഥാർത്ഥ മൂലത്തിൽ കാണുന്നത്. മൂലഭാഷയിൽ അതാ ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു. അതിനെ മലയാളീകരിച്ചപ്പം അവൻ ജഡത്തിൽ വെളിപ്പെട്ടു എന്നായി. ദൈവമാണ് ജഡത്തിൽ വെളിപ്പെട്ടത്. അതുകൊണ്ട് യേശു എന്ന് പറഞ്ഞൊരു കുട്ടി ദൈവമല്ല, യേശു സാക്ഷാൽ സത്യദൈവമാണ്. എത്ര പേര് സമ്മതിക്കുന്നുണ്ട്? ഒത്തിരി ദൈവങ്ങളുടെ കൂട്ടത്തിലൊരു കുട്ടി ദൈവത്തെ നമുക്ക് ഇങ്ങോട്ട് യാഗമാക്കി തന്നതല്ല. യേശു സാക്ഷാൽ സത്യദൈവമാണ്. സർവശക്തൻ, സർവജ്ഞാനി, സർവവ്യാപി, സർവാധികാരി, നിത്യൻ, മാറ്റമില്ലാത്തവൻ, അത്യുന്നതൻ, സൽഗുണ സമ്പൂർണൻ, പരമകാരുണീയൻ, മഹോന്നതൻ, മഹത്വ സിംഹാസനസ്ഥൻ, താൻ മാത്രം രക്ഷകനെന്ന് അവകാശപ്പെടുന്ന ഐ ആം ദാറ്റ് ഐ ആം എന്നവകാശപ്പെടുന്ന സാക്ഷാൽ യാഹ്വേ, അതന്നെ ക്രിസ്തു. ആ ക്രിസ്തുവിനെയാണ് നാം ഇവിടെ നീ അവൻ്റെ എന്നൊക്കെ പറയും, നിന്റെ എന്നൊക്കെ പറയും. എഫേസ്യ ലേഖനം എത്ര സുന്ദരമായ ലേഖനമാണ്. പക്ഷേ അവൻ്റെ വിളിയാലുള്ള ആശ എന്നതെന്നും അവൻ്റെ അടുക്കലുള്ള നമ്മുടെ അവകാശത്തിൻ്റെ മഹിമാധനം എന്താ, അവൻ്റെ ശക്തിയിൽ വ്യാപരിക്കുന്ന എന്നൊക്കെ പറഞ്ഞ് മൊത്തം അവന്, പിതാവിനെയും അവന്, പുത്രനെയും അവന്, പരിശുദ്ധാത്മാവിനെ അവൻ 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 എന്ന് തർജ്ജമ ചെയ്തിരിക്കുന്ന ആ ഇടപാടിനൊന്നും ഇതുവരെ ഒരു അപ്ഡേഷനും കിട്ടാത്തത് ഭയങ്കര കഷ്ടമാണ്. പോകട്ടെ. അപ്പോൾ ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരം, ദൈവത്തിൻ്റെ മനുഷ്യാവതാരം, അതാണ് 1 തിമോഥെയോസ് 3:16. യോഹന്നാൻ 3:16, 1 തിമോഥെയോസ് 3:16 രണ്ടും കൂടെ സമന്വയിപ്പിക്കപ്പെടണം. അത് ക്രിസ്തുവിൻ്റെ തിരു അവതാരമാണ്. ദ ഇൻകാർണേഷൻ ഓഫ് ക്രൈസ്റ്റ് എന്നുള്ളതാണ്. ഇനി ഞാൻ പറയാൻ പോകുന്നത് ആ മനുഷ്യത്വത്തിൻ്റെ തിളക്കമാണ്. എന്തിനാണ് ശ്രദ്ധിച്ച്? ആ മനുഷ്യത്വത്തിൻ്റെ തിളക്കം എന്തിനാ? ശാന്തമായി ഇവിടെ ഇരിക്കുന്ന നീലക്കസേരയിൽ അമർന്നിരിക്കുന്ന അങ്ങുമിങ്ങുമൊക്കെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് നൽകുന്നത് ഈ പാർത്തലത്തിൽ നാം ആ മാന്യതയോടെ ജീവിക്കണം. അതിനു വേണ്ടിയാണ്. സ്തോത്രം. വെറുതെ മനുഷ്യനായി ജീവിച്ചാൽ പോരാ. ക്രിസ്തുവിൻ്റെ മനുഷ്യത്വത്തിൻ്റെ മഹത്വമുണ്ടല്ലോ, അത് നമ്മിലേക്ക് വ്യാപരിക്കപ്പെടത്തക്ക നിലയിലുള്ള ശ്രദ്ധയോടെ, ജാഗ്രതയോടെ, നിതാന്ത ജാഗ്രതയോടെയുള്ള ഒരു ജീവിതം വേണം. 3 വാക്യം തരാമെന്ന് ഞാൻ പറഞ്ഞു. ആ വാക്യങ്ങൾ 3 കുറിച്ചു കൊള്ളണം. 1-ാമത്തെ വാക്യം ലൂക്കോസ് 1:35. എല്ലാം വായിപ്പിച്ചു പോകാൻ ആഗ്രഹമുണ്ടെങ്കിലും സമയം ലാഭിക്കാൻ വേണ്ടി പറഞ്ഞു പോവുക. ലൂക്കോസ് 1:35 പറയുന്നത് എന്താണെന്നറിയാമോ? അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, അപ്പോൾ ഉണ്ടാകുന്ന വിശുദ്ധ പ്രജ. കണ്ടോ, ജനിക്കുന്നതിന് മുൻപ് യേശു വിശുദ്ധനാണെന്ന് പ്രഖ്യാപനം ചെയ്ത ഒരു വാക്യമാണത്. എത്ര പേർക്ക് അതിന് സന്തോഷമുണ്ട്? ആ വാക്യം ജനിക്കുന്നതിന് മുൻപേ അനൗൺസ് ചെയ്യുകയാണ്. ഉണ്ടാകാൻ പോകുന്ന ഒരു കുഞ്ഞ്, പൈതൽ, ഒരു കുട്ടി, അങ്ങനൊന്നുമല്ല പറയുന്നത്. വിശുദ്ധ പ്രജ. ആ വിശുദ്ധ പ്രജ എന്ന് അനൗൺസ് ചെയ്തതനുസരിച്ച് മാത്രം ജീവിതം നമ്മുടെ മുമ്പിൽ കാട്ടിത്തന്ന ഒരു അനുഗ്രഹീത മഹത്വം എൻ്റെ കർത്താവിനുണ്ട്. എത്ര പേര് സമ്മതിക്കുന്നുണ്ട് ആ കാര്യം? വിശുദ്ധ പ്രജ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ജനിച്ച യേശു ഇവിടെ ജനിച്ച ശേഷം കാട്ടിയ ബാല്യകാലത്തിൻ്റെ കുസൃതിത്തരങ്ങളും അവിടെ ഇവിടെയും പിടിച്ച് കെട്ടിയിടേണ്ടി വന്നു, തല്ലേണ്ടി വന്നു. യോസഫന്, മറിയയ്ക്ക് വാരിപ്പൊതിരെ തല്ലേണ്ടി വന്ന ഗതികേടൊന്നും ഉണ്ടായിട്ടില്ല. ധാർമ്മിക മൂല്യങ്ങൾ, എല്ലാവിധമായിരിക്കുന്ന അടിസ്ഥാന മൂല്യങ്ങൾ നിലനിർത്തിക്കൊണ്ട് തന്നെ മാതൃകയായി ജീവിച്ച് കാണിച്ച ഒരു കർത്താവിനെ നാം മറന്നു പോകരുത്. അത് കർത്താവിന്റെ മഹത്വമാണ്. ഹല്ലേലൂയ.
ഇന്നത്തെ നമ്മുടെ കുഞ്ഞുങ്ങൾ കാട്ടുന്ന കുട്ടിത്തരങ്ങൾ, കുസൃതിത്തരങ്ങൾ എത്ര നിന്ദ്യമാം, നികൃഷ്ടമാം, നീചമാണ്. കൊല്ലാനും തല്ലാനും അപകരിക്കാനും ലഹരി പദാർത്ഥങ്ങളിലേക്ക് മൂക്കുകുത്തി പോകുന്ന യുവതലമുറ, കൊച്ചു കുഞ്ഞുങ്ങൾ പോലും അതിന് അഡിക്ഷൻ ആയി പോകുന്ന, അവരെ അതിന് ഉപയോഗിക്കുന്ന നരാധമ ശക്തികൾ നിരവധിയാണ്. പക്ഷേ യേശുവിന്റെ ബാല്യം, യേശുവിന്റെ കൗമാരം, യേശുവിന്റെ യൗവനം നോക്കൂ. വിശുദ്ധ പ്രജയെന്ന് അനൗൺസ് ചെയ്തതിന് തെല്ലും മാറ്റമില്ലാതെ ജീവിച്ചു. അതെന്റെ യേശുവിന്റെ മഹത്വമാണ്. സ്തോത്രം ചെയ്താട്ടെ, കരങ്ങൾ ഉയർത്തി. അങ്ങനെ ജീവിക്കുവാൻ നമുക്ക് കഴിയണം, കുറ്റമില്ലാതെ, കുറവില്ലാതെ, ആർക്കും ഒരു ദോഷവും നമ്മെക്കുറിച്ച് പറയാനാവാത്ത വിധം എല്ലാ മേഖലകളും ഒരേപോലെ സംശുദ്ധമായി, സുതാര്യമായി, സുദൃഢമായി, പരിപാവനമായി, പവിത്രമായി, അനന്യമായി, നീതിയായി കാവൽ കാക്കാൻ നമുക്ക് കഴിയണം. ഒന്നാമത്തെ വാക്യം അങ്ങനെ നിർത്തുകയാണ്. രണ്ടാമത്തെ വാക്യം കേൾക്കണം. അതേതാണെന്നറിയാമോ? യോഹന്നാൻ 8:46 യോഹന്നാൻ 8:46. അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: ലോകത്തിൽ ഒരു മനുഷ്യനും പ്രഖ്യാപനം ചെയ്യാത്ത, വിളംബരം ചെയ്യാത്ത, തുറന്നു പറയാത്ത, അനുഗ്രഹീതമായിരിക്കുന്ന ഒരു പ്രഖ്യാപനം എൻ്റെ യേശു തന്നെക്കുറിച്ച് തന്നെ പറയുക. 8:46 കിട്ടിയോ? നിങ്ങളിൽ ആർക്കെന്നെ പാപത്തെക്കുറിച്ച് ബോധം വരുത്താം? ഉലകം ഭരിച്ച ഒരൊറ്റ രാഷ്ട്രീയ നേതാവ്, ഒരൊറ്റ ഭരണാധികാരിയും, ലോകത്തെ കിടുകിട വിറപ്പിച്ച വമ്പൻ താരങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അവരാരും പറയാത്ത ഒരു പ്രഖ്യാപനമായി യേശു പറയുന്നത്: നിങ്ങളിൽ ആർക്കെന്നെ പാപത്തെക്കുറിച്ച് ബോധം വരുത്താം. പാപപരിഹാരാർത്ഥമാണ് യേശു ഇവിടേക്ക് വന്നത്. അതുകൊണ്ട് തന്നെ ആ യേശുവിൽ പാപമില്ലായിരുന്നു. പാപമുള്ള ഒരുവൻ നമുക്ക് വേണ്ടി യാഗമായാൽ അത് പാപപരിഹാരാർത്ഥമാകത്തില്ല. അതുകൊണ്ട് തന്നെ യേശുവിൽ പാപമില്ലായിരുന്നു. യേശുവിൽ പാപമില്ലായിരുന്നു എന്ന് കേട്ടിട്ട് നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് എനിക്ക് ഒരു സങ്കടം തോന്നുന്നു. നമ്മുടെ കർത്താവിൽ പാപമില്ലായിരുന്നു എന്നുള്ളത് അവന്റെ മഹത്വമാണെന്ന് കേൾക്കുമ്പോൾ ഒരു സ്തോത്രം പറയാൻ തോന്നുന്നില്ലേ നിങ്ങൾക്ക്? ലോകത്തിലെ യുഗപ്രഭാവന്മാരൊക്കെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ദോഷവശങ്ങൾ ഉള്ളവരായി മാറുമ്പോ എൻ്റെ കർത്താവിന് ഒരു പാപവും ഇല്ലെന്ന് താൻ തന്നെ പറയുകയാ. എത്ര മഹത്വരമാണ് കർത്താവിൻ്റെ ധാർമ്മിക നിലവാരം! എത്ര ഗംഭീരമാ കർത്താവിൻ്റെ വ്യക്തിത്വത്തിൻ്റെ മഹത്വം എന്ന് പറയുന്നത്. അതാണ് യേശുവിനെ പ്രസംഗിക്കാൻ കവലയിൽ ഞാൻ ഇറങ്ങിയത്. ഹല്ലേലൂയ! അപ്പൻ ഉപദേശി ആയതുകൊണ്ട് ഞാൻ ഇതിനിറങ്ങിയതല്ല. യേശുവിൻ്റെ ജീവിത വിശുദ്ധിയുടെ, ആ നൈർമല്യതയുടെ, നിഷ്കളങ്കതയുടെ, പരിപാവനമായ ജീവിത വ്യവസ്ഥിതി എന്നെ ആകർഷിച്ചതുകൊണ്ട് ഞാൻ എൻ്റെ അപ്പൻ്റെ വിയർപ്പിൻ്റെ മണമുള്ള ഈ പുസ്തകം ചുമക്കാൻ ഇറങ്ങിയത്. അദ്ദേഹം ഇമ്പങ്ങളുടെ തീരമണഞ്ഞു. പുസ്തകം വീട്ടിൽ അന്യം വന്നു പോകാതെ, ഈ പുസ്തകം അദ്ദേഹത്തിൻ്റെ മരണശേഷമല്ല, താൻ ജീവനോടിരിക്കുമ്പോൾ. പ്രിയ മാത്യു സാറൊക്കെ ഞങ്ങളുടെ നാട്ടിലെ ശുശ്രൂഷകനായിരിക്കുന്ന കാലത്തെ ഞാൻ കവലയിൽ പ്രസംഗിക്കാൻ ഇറങ്ങിയിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ പ്രോത്സാഹനം ഒത്തിരി കിട്ടിയിട്ടുണ്ട്. ഞാൻ അങ്ങനെ ഒത്തിരി ചെറുപ്പത്തിൽ യേശുവിനെ കവലയിൽ പ്രസംഗിക്കാൻ, ഒത്തിരി കാലം കഴിഞ്ഞ ശേഷമല്ലേ കൺവെൻഷനൊക്കെ അവസരം കിട്ടുക. അതിനു മുമ്പ് കവലയിൽ തൊണ്ടകീറി പ്രസംഗിച്ച ഒരു തെരുവ് പ്രസംഗകനായ ഉപദേശിയായിരുന്നു ഞാൻ. എനിക്കതാ ഏറ്റവും വലിയ കൺവെൻഷൻ. ഇന്നും പ്രസംഗിക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം കവല തന്നെയാണ്. അമ്പട ഞാൻ എന്നുള്ള പരുവത്തിൽ കപ്പട മീശയൊക്കെ പിരിച്ച് മുണ്ടൊക്കെ കയറ്റി കുത്തി അങ്ങനെ നിൽക്കുന്ന, തലക്കെട്ടുമൊക്കെ കെട്ടി നിൽക്കുന്ന കുറേ പുള്ളികളുടെ മുമ്പിൽ നിൽക്കും. അങ്ങനെ ചെന്ന് നിൽക്കുമ്പോൾ ആ നിപ്പ് കാണുമ്പോഴേ, അവരുടെ ആ നിപ്പും ഭാവവും കാണുമ്പോഴേ പറയാനുള്ള പോയിന്റ് എല്ലാം മറന്നു. നമ്മളിങ്ങോട്ട് വന്ന് പൊക്കിയെടുത്ത് തറയിലടിക്കാവുന്ന പരുവത്തിൽ അവരുടെ നിപ്പൊക്കെ ആ ഊക്കൻ്റെ കണ്ണുപോലെ ചുവന്ന്. പക്ഷെ കൃപയിൽ ആശ്രയിച്ച് വല്ലതും പറഞ്ഞു തുടങ്ങുമ്പോൾ ബാക്കി കർത്താവ് അങ്ങ് ചെയ്യും. അല്പം കഴിഞ്ഞ് പ്രസംഗം അതിൻ്റെ ക്ലൈമാക്സിലെത്തുമ്പോൾ തലക്കെട്ടൊക്കെ വട്ടക്കെട്ട് അഴിച്ച് കുടഞ്ഞ് തോളിലിട്ട് കയറ്റിക്കുത്തി മടിക്കുത്തൊക്കെ അഴിച്ച് താഴോട്ടിട്ട് വളരെ ഭവ്യതയോടെ പ്രസംഗം കഴിയുമ്പോൾ വന്ന് പറയും: ഉപദേശി, എൻ്റെ വക ഒരു സോഡ നാരങ്ങ, അത് ഉപ്പിട്ട് വേണോ പഞ്ചാര ഇട്ട് വേണോ? അയ്യോ, പഞ്ചാര എൻ്റെ കയ്യിലുണ്ട്, ഉപ്പ് മാത്രം മതി എന്ന് പറഞ്ഞ് ആ സോഡ നാരങ്ങയും വാങ്ങിച്ച കവലയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ പുള്ളി തന്നെ വന്ന് പറയും: സമയം ഉണ്ടെങ്കിൽ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാവൂ. പിണറായിലും കൂത്തുപറമ്പിലും അങ്ങ് കേളകത്തും അങ്ങ് മഞ്ചേശ്വരം മുതൽ ഇങ്ങോട്ട് കളിക്കവിള വരെയുള്ള മിക്ക പട്ടണങ്ങളുടെയും ഗ്രാമവീഥികളുടെയും പട്ടണ പ്രാന്തങ്ങളിലുമൊക്കെ തെരുവ് പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഉപദേശിയാണ് ഞാൻ. എൻ്റെ സുഹൃത്ത് ബിജു വേങ്ങൽ ഇവിടെയുണ്ട്. അദ്ദേഹം ഇനി കേരളത്തിൽ ഹൈറേഞ്ചിലൊക്കെ പ്രസംഗിക്കാനുള്ള കവല ഏതാന്ന് എനിക്ക് സംശയമാണ്. കവലപ്രസംഗിയായ ഒരു അനുഗ്രഹീത. എൻ്റെ കൂട്ടുകാർ പലരും അങ്ങനെയാണ്. കൺവെൻഷന് വിളിക്കുമ്പം വരുന്നു, പ്രസംഗിച്ചിട്ട് പോകുന്നു. അതിലേറെ ഇഷ്ടം കവലയില്ല. അതിൻ്റെ കാരണം എന്താണെന്നോട് പറയും.
കൺവെൻഷൻ ഇങ്ങനെയൊക്കെയുള്ള ദൈവശാസ്ത്രമൊക്കെ കാര്യമായിട്ട് ഇങ്ങനെ വിവരിക്കുമ്പോൾ മുമ്പേ ഞാൻ പറഞ്ഞതുപോലെ എന്നെ ട്യൂഷൻ എടുത്തതുപോലെ ഇങ്ങനെ മസിൽ പിടിച്ചിരിക്കുന്ന ചില പുള്ളികളെ കാണുമ്പോൾ ഒരു സങ്കടം. എന്നാലും ആ അച്ഛനൊരു സ്വോത്രം പറഞ്ഞില്ലല്ലോ, ആ ആൻറ്റി ഇങ്ങനെ തുറച്ച കണ്ണുകൾ 500 വോൾട്ട് ബൾബുമായിട്ട് നോക്കിയിരുന്നല്ലാതെ എൻ്റെ പ്രസംഗത്തിനൊരു സ്വോത്രം പറഞ്ഞില്ലല്ലോ കർത്താവേ എന്ന വേദനയോടെ തിരിച്ച് വീട്ടോട്ട് പോവാം. പക്ഷെ കവലെ പ്രസംഗിച്ചിട്ട് വീട്ടിൽ ചെന്ന് എന്നെ സുഖമാണെന്നറിയാമോ? കുറേ ആളുകളുടെ ആ മുഖഭാവം മാറുന്നത്, അവരുടെ കണ്ണ്, ഈ കഷണ്ടിത്തലയുള്ള വമ്പൻ താരങ്ങൾ, അവിടുത്തെ ഗുണ്ട സംഘങ്ങൾ മുമ്പോട്ടിങ്ങോട്ട് വന്ന് ഒന്ന് പ്രാർത്ഥിക്കണേ പാസ്റ്റർ എന്ന് പറയുമ്പോൾ ഇങ്ങനൊരു വേർപ്പിൻ്റെ കുമിളകൾ പൊടിച്ച് നിൽക്കുന്ന ഉച്ചിയിലോട്ട് കൈയങ്ങോട്ട് വെച്ച കുമിളയ്ക്കൊരു താട്ട് കൊടുത്ത് അതിങ്ങനെ പടർന്നൊഴുകിക്കഴിഞ്ഞ ഒരൊറ്റ പ്രാർത്ഥന അങ്ങോട്ട് പ്രാർത്ഥിക്കുമ്പോൾ, പ്രാർത്ഥന കഴിഞ്ഞ് നോക്കുമ്പം ആ മനുഷ്യൻ കരയുകയായിരിക്കും, കണ്ണ് തുടയ്ക്കുകയാണ്. കിട്ടുന്നെല്ലാം കള്ളിന് പോവുക. ഉപദേശി പ്രസംഗം കേട്ടപ്പോൾ മനസ്സിലായി മിക്കവാറും ഞാൻ ഗുണപ്പെടാൻ സാധ്യതയുണ്ട്, ഒന്ന് പ്രാർത്ഥിക്കണമെന്നും പറഞ്ഞാൽ വരിക. പ്രാർത്ഥിച്ചിട്ട് വീട്ടിൽ ചെല്ലുമ്പോൾ എന്നെ സുഖമാണ് ഉറക്കമെന്നറിയാമോ? കൺവെൻഷൻ കഴിഞ്ഞ് ചെല്ലുമ്പോൾ ഭയങ്കര ചിന്താകുലങ്ങളാണ്, എന്നാലും അവർ സഹകരിച്ചില്ലല്ലോ എന്നൊക്കെയാണ് സ്തോത്രം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കൺവെൻഷനേക്കാൾ എനിക്കിഷ്ടം കവലയാണെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാരണം അതാ. അപ്പം ഞാൻ പറഞ്ഞു വന്ന സംഗതി ഇതാണ്, കവലകളിൽ ഞങ്ങൾ ഉറക്കെ യേശുവിനെ പ്രസംഗിക്കുന്നതിൻ്റെ അടിസ്ഥാന കാരണം യേശു മാത്രം ഞങ്ങളുടെ പ്രധാന പ്രമേയമാകുന്നത് യേശു പാപമില്ലാത്തവനാണ്. ആർക്കും കണ്ടുപിടിക്കാനാവാത്ത നിലയിൽ തന്റെ പാപപ്രവൃത്തികളെ ഒളിപ്പിച്ചു വെച്ച വിദഗ്ധനല്ല. സുതാര്യമായിരുന്നു ജീവിതം, എല്ലാവർക്കും കാണാവുന്ന പരുവത്തിലായിരുന്നു തൻ്റെ എല്ലാ ജീവിത നടപടികളും. അതുകൊണ്ടാണ് പറയാ, നിങ്ങളിൽ ആർക്കെന്നെ പാപത്തെക്കുറിച്ച് ബോധം വരുത്തും. 2 വാക്യമായില്ലേ? മൂന്നാമതൊരു വാക്യം കൂടെ ഞാൻ തരാം, സമയം ഒത്തിരി മുൻപോട്ട് പോകുന്നു. മൂന്നാമത്തെ വാക്യം ഏതാണെന്നറിയാമോ? യോഹന്നാൻ 19:5-6 വാക്യമാണ്. യോഹന്നാൻ 19:5-6 വാക്യം. അവിടെ പറയുന്നത് എന്താണെന്നറിയാമോ? ഞാൻ ഇവനിൽ ഒരു കുറ്റവും കാണുന്നില്ല. റോമൻ പ്രൊക്യുറേറ്ററായിരുന്ന പീലാത്തോസിന്റെ പ്രട്ടോറിയത്തിൽ നിന്നുകൊണ്ട് പീലാത്തോസ് പൈലറ്റ് പറയുന്നൊരു വാചകമാണ്, ഞാനിവനിലൊരു കുറ്റവും കാണുന്നില്ല. ഇതുപോലെ കെട്ടി ഉയർത്തപ്പെട്ടൊരു വലിയ പ്ലാറ്റ്ഫോം ആകാം ആ പ്രട്ടോറിയം എന്ന് പറയുക. അധികാരസ്ഥനായ പരമാധികാരിയായി പീലാത്തോസ് വരുന്നു. അങ്കണത്തിലുള്ള ജനാവലി മുഴുവനും എഴുന്നേൽക്കുന്നു. ഔദ്യോഗിക സ്ഥാനികൾ വട്ടം നിൽക്കുന്നു. യേശുവിനെ കുറ്റവാളിയായി കൊണ്ട് നിർത്തിയിരിക്കുന്നു. ചോദ്യശരങ്ങൾ പലതും ചിലതും. അർഹമായതിന് മാത്രം ഉത്തരം, അല്ലാത്തതിന് മൗനമാണ് ഉത്തരം. അങ്ങനെ നിൽക്കുന്ന യേശുവിൽ ഒരു കുറ്റമില്ല എന്ന് കണ്ടിട്ട് പീലാത്തോസ് ചോദിച്ചു, ഇവൻ ചെയ്ത കുറ്റം എന്താ? ഇവൻ ചെയ്ത കുറ്റം എന്താ എന്ന പീലാത്തോസിന്റെ ചോദ്യത്തിന് പടപടപടപടാന്ന് ഉത്തരം ഇങ്ങോട്ട് വരികയാ. ചില ആളുകൾ പറയുന്നു, ഇവൻ ദേവാലയം പൊളിച്ച് 46 ആണ്ടുകൊണ്ട് ഞങ്ങൾ പണിത ദേവാലയം ഇവൻ പൊളിച്ചു പണിയുമെന്ന് പറഞ്ഞു 3 ദിവസം കൊണ്ട്. കുറ്റമല്ലേ സർ? ക്രൂശിക്കപ്പെടേണ്ട കുറ്റമല്ലേ? ദേവാലയത്തെ അധിക്ഷേപിക്കുന്ന ഇവൻ ജീവനോടിരിക്കരുത്. വേറെ ഒരു കൂട്ടം ആളുകൾ പറഞ്ഞു, സാർ അത് മാത്രമല്ല, ഇവൻ ദൈവമാണെന്ന് പറഞ്ഞു കളഞ്ഞു. വേറെ കൂട്ടം ആളുകൾ പറഞ്ഞു, ഇവൻ അബ്രഹാമിന് മുൻപേ ഉണ്ടെന്ന് പറഞ്ഞു കളഞ്ഞു. ഇവൻ മോശയുടെ പ്രമാണത്തെ അനുസരിക്കുന്നില്ല. കൈസർക്ക് കരം കൊടുക്കുന്നത് വിഹിതമല്ല. അപ്പൊ മതപരമായ പ്രശ്നം, രാഷ്ട്രീയപരമായ പ്രശ്നങ്ങളൊക്കെ അക്കമിട്ട് നിരത്തുന്നുണ്ട്. ഞാനതൊക്കെ കൗതുകത്തോടെയാണ് കേൾക്കുക. ശരിയാ, അതൊക്കെ ശരിയാ. പക്ഷെ കൈസർക്ക് കരം കൊടുക്കരുതൊന്നും യേശു പറഞ്ഞിട്ടില്ല. കൈസർക്കുള്ളത് കൊടുക്കാനേ പറഞ്ഞിട്ടുള്ളൂ. നികുതി വെട്ടിച്ച് കീശ വീർപ്പിച്ച ഉമാർക്കൊക്കെ അതൊക്കെ ഭയങ്കര ദോഷമാണ് ആ ഉപദേശമൊക്കെ. പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം, ഇന്ന് രാത്രി എൻ്റെ യേശുവിൻ്റെ മഹത്വം നാം നേടുവാൻ പോകുന്ന, നാം നേടേണ്ട യേശുവിൻ്റെ വലിയ ധാർമ്മിക മൂല്യം ഞാൻ പറയാം. ഈ ആലയത്തിൻ്റെ കാര്യത്തെക്കുറിച്ച് കൈസറുടെ കരത്തിൻ്റെ പരാമർശവും അതും ഇതുമെല്ലാം പറയുന്നുണ്ടെങ്കിലും കൂടി നിന്ന് 100 കണക്കിന് ആളുകളിൽ ഒരുത്തൻ പോലും യേശുവിനെയും ഒരു സ്ത്രീയും ചേർത്ത് ഒരു ദോഷവും പറയുന്നില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് ഞാൻ ഈ പറഞ്ഞ വസ്തുത മനസ്സിലായോ? സൗന്ദര്യത്തിൻ്റെ അവസാന വാക്ക്, സ്ത്രീ സൗന്ദര്യത്തിൻ്റെ അവസാന വാക്കായ മഗ്ദലക്കാരി മറിയ, ഒത്തിരി മറിയമാണ്. ശലോമി അടക്കമുള്ള ഒത്തിരി പേര് യേശുവിൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ലേ? 6 മറിയമാർ തന്നെയുണ്ട്. യേശുവിൻ്റെ അമ്മ മറിയ അടക്കമുള്ള കൂട്ടത്തിലെ മഗ്ദലക്കാരി മറിയ, ഇവരെല്ലാവരും യേശുവിൻ്റെ കൂടെയുണ്ട്. അത് മഗ്ദലക്കാരിക്ക് മറിയെക്കുറിച്ച് പാരലായി പഠിക്കുന്ന ഒരു ഹിസ്റ്ററി വായിച്ചത് ഞാൻ ഓർക്കുന്നു. സ്ത്രീ സൗന്ദര്യത്തിൻ്റെ അവസാന വാക്ക്, ശരീരപുഷ്ടി, അവയവ വ്യവസ്ഥിതി, നിറം, തിറം, ആരോഗ്യം ഒക്കെ, മുഖകാന്തിയൊക്കെ കൊണ്ട് അവൾക്കൊപ്പം സ്ത്രീ സൗന്ദര്യമുള്ള ഒരാൾ അതിന് മുമ്പിൽ അതിന് ശേഷമില്ല എന്നാണ് ചരിത്രകാരന്മാർ പറയുക. അങ്ങനെയുള്ള താരങ്ങൾ വരെ യേശുവിൻ്റെ കൂടെ ഉണ്ടായിരുന്നിട്ട് അവരെയും യേശുവിനെയും ചേർത്ത് ആരും ഒരു ദോഷവും പറയുന്നില്ല. അതെന്റെ യേശുവിന്റെ ധാർമ്മിക വിശുദ്ധിയാണ്. ഹല്ലേലൂയ! എത്ര പേർക്ക് സ്തോത്രം ചെയ്യാൻ പറ്റും?
വമ്പൻ താരങ്ങൾ പലരുടെയും പേരിൽ അങ്ങനെയൊക്കെ ഉള്ളതായിരിക്കുന്ന പല പല കറകളും എടുത്തു കാട്ടിക്കൊണ്ട് ജനമാഘോഷിക്കുമ്പോൾ എൻ്റെ യേശു ആ നിലവാരത്തിൽ ഏറ്റവും മാന്യതയുള്ളവനായിരുന്നു. അതുകൊണ്ടാണ് ഈ 3 വാക്യങ്ങൾ തന്നത്. വിശുദ്ധ പ്രജ ലൂക്കോസ് 1:35, പാപം നിങ്ങളിൽ ആർക്കെന്നെ ബോധമാക്കാം യോഹന്നാൻ 8:46, ഇവനിൽ ഞാനൊരു കുറ്റവും കാണുന്നില്ലെന്ന് പീലാത്തോസിന്റെ മൊഴി. അത് നമുക്ക് കാണുന്നത് യോഹന്നാൻ 19:5-6 ആ മനുഷ്യൻ ഇതാ എന്നും കൂടെ പറയുമ്പോൾ ആ അർത്ഥമങ്ങ് വിശാലമാകുകയല്ലേ. ആ മനുഷ്യൻ ഇതാ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്തോന്ന് മനസ്സിലാകുന്നുണ്ടോ? മുമ്പ് ചോദിക്കപ്പെട്ടൊരു ചോദ്യമുണ്ട്. എവിടെയാ? ഉൽപ്പത്തി പുസ്തകം 3:9, മനുഷ്യ നീ എവിടെ? ആദമേ നീ എവിടെ എന്നല്ല ചോദ്യം. ആദം കുറ്റിക്കാട്ടിൽ ഒളിച്ചിരിപ്പുണ്ടെന്നുള്ള വിവരം അറിയാം. മനസ്സിലായോ? അത്തിയല കൊണ്ട് അത്യാവശ്യം ഒരു 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 അരയാടയൊക്കെ ഉണ്ടാക്കി രണ്ടുപേരും കൂടെ കുറ്റിക്കാട്ടിൽ ഉണ്ടെന്നുള്ളത് സർവജ്ഞാനിയായ ദൈവത്തിനറിയാം. പിന്നെ ഈ ചോദ്യത്തിന്റെ പ്രസക്തി എന്താ? ആദമേ നീ എവിടെ എന്നല്ല ചോദ്യം, മനുഷ്യ നീ എവിടെ എന്നാ ചോദ്യം. എന്ന് പറഞ്ഞ എൻ്റെ അർത്ഥം, പാപമില്ലാത്ത, ദോഷമില്ലാത്ത, തിന്മയില്ലാത്ത, വിയർക്കേണ്ടാത്ത, വിശക്കേണ്ടാത്ത, ക്ഷീണം വേണ്ടാത്ത, ദൈവമായിട്ടുള്ള ആന്തരിക രമ്യതയുള്ളൊരു മനുഷ്യനെ ഞാൻ ഈ തോട്ടത്തിലാക്കി. അവൻ എവിടെ എന്നാണ് ചോദ്യം. ഒളിച്ചിരിക്കുന്നവനെ അല്ല ദൈവത്തിന് വേണ്ടുന്നത്. പാപം നിമിത്തം സകല ധാർമ്മിക മൂല്യങ്ങൾ നഷ്ടപ്പെട്ടവനെ അല്ല ദൈവം തപ്പുന്നത്. ഞാനിവിടെ ആക്കിയ ഒരു മനുഷ്യനുണ്ട്, അവനെവിടെ? ആ ചോദ്യത്തിന് മറുപടി അല്ല ആദം പറയുന്നത്. ആ ചോദ്യം അങ്ങനെ ചക്രവാള സീമകൾ തട്ടി പ്രതിധ്വനിച്ചുകൊണ്ടേയിരുന്നു. മറുപടി ആരും പറഞ്ഞില്ല. സങ്കീർത്തനക്കാർ പറഞ്ഞില്ല, രാജപ്രമുഖന്മാർ പറഞ്ഞില്ല, പ്രവാചക വരേണ്യന്മാർ ആരും പറഞ്ഞില്ല. ആ 3-9 ചോദ്യത്തിന് യുക്തമായ, വ്യക്തമായ, ശക്തമായ മറുപടി പറയുന്നത് പീലാത്തോസ് ആണെന്ന എൻ്റെ ഭാഷ്യം. പീലാത്തോസ് പറയുന്നത് എന്താണെന്നറിയാമോ? ആ മനുഷ്യൻ ഇതാ. 3-9 യോഹന്നാൻ 19:5 കൂടെ സമഞ്ജസമായി ചേർക്കണം. ദൈവം ചോദിക്കുന്ന ചോദ്യം, മനുഷ്യ നീ എവിടെ? പീലാത്തോസ് നൂറ്റാണ്ടുകൾക്ക് ശേഷം വിളിച്ചു പറയുന്നു, ആ മനുഷ്യൻ ഇതാ. ഏത് മനുഷ്യൻ? പിതാവേ, അങ്ങ് തോട്ടത്തിലിറങ്ങി വന്നൊരു മനുഷ്യനെ അന്വേഷിച്ചല്ലോ, കണ്ടുകിട്ടിയില്ലല്ലോ. ഞങ്ങൾ ഇന്നലെ തോട്ടത്തിൽ പോയിരുത്തനെ പിടിച്ചോണ്ട് വന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും വിസ്തരിച്ചു, ഒരു കുറ്റവും കണ്ടില്ല. കുറ്റമില്ലാത്തൊരു മനുഷ്യനെ അല്ലേ അങ്ങ് അന്വേഷിച്ചത്? ആ മനുഷ്യനെ ഞങ്ങൾക്ക് കിട്ടി. ആ മനുഷ്യൻ ഇതാ. എത്ര പേർക്ക് ബോധ്യമാകുന്നുണ്ട്? യേശുവാണ് കുറ്റമില്ലാത്ത ആ മനുഷ്യൻ. അതാ ഞാൻ പറഞ്ഞത്, യേശുവിൻ്റെ മനുഷ്യത്വത്തിൻ്റെ മഹത്വം അതുപോലെ ജീവിക്കാൻ നമുക്ക് കഴിയണം. യേശുവെ കുറിച്ച് ഞാൻ ചില കാര്യങ്ങൾ സാറ് പറഞ്ഞതുപോലെ ചില ചിന്തകളൂടെ ഞാൻ കൂട്ടിച്ചേർക്കാം. ഞങ്ങൾ രണ്ടുപേരെയും ഇന്ന് രാത്രി ദൈവാത്മാവ് ഒരേപോലെ നയിക്കുന്നു ക്രിസ്തു പരിജ്ഞാന ചിന്തകളുമായി. ഞാൻ ഈ പറയുന്ന ചിന്തകൾ കുറിച്ചെടുക്കുമോ? യൂത്ത്സിന്റെ ജീവിതഗതികൾക്ക് ഒരു തണലാകാൻ, സ്വാന്തനമാകാൻ, ദിശാബോധമാകാൻ ഞാൻ ഈ പറയുന്ന അക്കമിട്ട ചിന്തകൾ കരുതിക്കൊള്ളണം. ഒന്ന്, മക്കളെ, യേശുവിനെ അറിയണം. ടു നോ ഹിം, അറിയുക എന്നതാണ്. യേശുവിനെ അറിയുക, ക്രിസ്തുവിനെ അറിയുക. യേശുവെന്ന നാമം വിട്ടേര്, ക്രിസ്തുവിനെ അറിയുക. 2, ക്രിസ്തുവിനെ അനുസരിക്കുക. മനസ്സിലാകുന്നുണ്ടോ? ഉപദേശങ്ങൾ, ചട്ടങ്ങൾ, വിധികൾ, പ്രമാണങ്ങൾ, നിർണയങ്ങൾ എല്ലാം അനുസരിക്കുക. പ്രൈസ് ദി ലോർഡ്. 3-മത്തേത്, ക്രിസ്തുവിന്റെ കൂടെയാകുക. എല്ലായ്പ്പോഴും വിത്ത് ക്രൈസ്റ്റ് ആകണം. താങ്കൾ പോകുന്ന സ്കൂളിലോ കോളേജിലോ ഇടപെടിയിലോ പെരുപടിയിലോ തൊഴിലുറപ്പിനോ അങ്ങ് ഓഫീസിലേക്കോ എവിടേക്ക് പോയാലും വിത്ത് ക്രൈസ്റ്റ് ആകണം, കർത്താവിൻ്റെ കൂടെ. അപ്പം 1 അറിയണം, 2 അനുസരിക്കണം, 3 ക്രിസ്തുവിനോട് കൂടെയാകണം. 4-മത്തെ കേട്ടോണേ, ക്രിസ്തുവെ പോലെയാകണം. കണ്ടോ? ടു ബി ലൈക്ക് ക്രൈസ്റ്റ്. അല്പം കൂടെ ഭംഗിയായി പറഞ്ഞാൽ ടു ബി മോർ ലൈക്ക് ക്രൈസ്റ്റ്. ക്രിസ്തുവിനെ പോലെ. ക്രിസ്തുവിൻ്റെ വിശുദ്ധി, വിശ്വസ്തത, വിവേകം, താഴ്മ, എളിമ, സൗമ്യത, ക്രിസ്തുവിന് പിതാവിനോടുള്ള സ്നേഹം, ക്രിസ്തുവിന് പിതാവിൻ്റെ സന്നിധിയിലുള്ള പ്രാർത്ഥന അനുഭവം, ക്രിസ്തു വചനവുമായി പൊരുത്തപ്പെട്ട് ജീവിച്ചു കാണിച്ച മാതൃക, ക്രിസ്തുവിന്റെ സഹന ത്യാഗങ്ങൾ എല്ലാം അതേപോലെ നാം ആയിത്തീരണം. അപ്പൊ ക്രിസ്തുവെ പോലെ ആകുക എന്നതാ. തീർന്നില്ല, അടുത്ത കേൾക്കണം. ക്രിസ്തുവിന് വേണ്ടിയാകണം. ഫോർ ക്രൈസ്റ്റ് എന്നാണ്. ക്രിസ്തുവിന് വേണ്ടി ഉടുക്കുന്നത്, നടക്കുന്നത്, കഴിക്കുന്നത്, പോകുന്നത്, വരുന്നത് എല്ലാം ക്രിസ്തുവിന് വേണ്ടിയാകണം. ക്രിസ്തുവിന് വേണ്ടി. ഈ സഭാ ഹോളൊക്കെ ഒന്ന് തൂക്കുക, കസേരയൊക്കെ നേരെ ഇട്ടേ സഹോദരി എന്നൊക്കെ പറയുമ്പോൾ ഒരു എന്നോട് മാത്രം ഇതെന്തിനാ പറയുന്നതെന്നാ. എനിക്ക് മുമ്പേ വന്നതാണല്ലോ കുഞ്ഞുഞ്ഞമ്മാമ, എന്നിട്ടെന്താ പാസ്റ്റർ പറയാൻ? അങ്ങനെയൊക്കെ വെറുതെ കുശുമ്പ് കാണിക്കുന്നവരുണ്ട്. അയ്യോ, ഇവിടെ അങ്ങ് ദൂരെ. അപ്പൊ ചിലരോട് ചില കാര്യങ്ങൾ പറഞ്ഞാൽ അവർക്ക് ഭയങ്കര വാശിയും പകയുമാണ്. എന്നോട് മാത്രം എന്തിനാ, അവരോട് പറയാത്ത എന്താ നമ്മളോട് പറഞ്ഞെന്നറിയാമോ? ഇത് ചെയ്യുന്നത് സാമർഥ്യത്തോടും സമർപ്പണത്തോടും ചെയ്യുന്നവൻ ആർക്ക് വേണ്ടി ചെയ്യുക? പാസ്റ്റർക്ക് വേണ്ടിയല്ല, ക്രിസ്തുവിന് വേണ്ടിയാണ്. ഫോർ ക്രൈസ്റ്റ്.
സ്വത്രാഴ്ച ഇടുന്നത്, ചെലവ് ചെയ്യുന്നത്, ദൈവദാസന്മാർക്ക് വിളമ്പുന്നത്, അവരെ സൽക്കരിക്കുന്നത് ഒക്കെ ക്രിസ്തുവിന് വേണ്ടി ആണ്. അങ്ങനെ കൊടുത്തവരൊന്നും കടക്കാരല്ല. അവരെയൊക്കെ ദൈവം ഇരട്ടിയിലധികമായി മാനിച്ചിട്ടുണ്ട്. എത്ര പേർക്ക് അനുഭവമുണ്ട്? അവർ സ്വത്രം ചെയ്താട്ടെ. അപ്പോൾ ഫോർ ക്രൈസ്റ്റ് എന്നുള്ളത് മറന്നു പോകരുത്. ഇതെല്ലാം കൂടി ഇങ്ങനെ വന്നു കഴിയുമ്പോൾ ഏറ്റവും ഒടുവിൽ ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിൽ. ഇത്രയും അതിൻ്റെ തനിമയിലേക്ക് വന്നു കഴിയുമ്പോൾ നാം ക്രിസ്തുവിൽ ആകും. പിന്നെ നമ്മെ വേർപെടുത്താൻ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും മതത്തിനും കഴിയില്ല. കിലുകിലുക്കുന്ന കുന്തങ്ങളും വെട്ടിത്തിളങ്ങുന്ന വായ്ത്തലയുള്ള വാളുകളും ഒക്കെ പാതയോരങ്ങളിൽ പതിയിരിപ്പുകളൊക്കെ ഉണ്ടായാലും ഒരുവൻ ക്രിസ്തുവിൽ ആയിക്കഴിഞ്ഞാൽ അവനെ വേർപെടുത്താൻ പറ്റില്ല. എത്ര പേർക്ക് സമ്മതിക്കാൻ കഴിയുന്നുണ്ട്? അപ്പൊ അതാണ് ക്രിസ്തുവിന്റെ മനുഷ്യത്വത്തിന്റെ തിളക്കം. ഞാനൊരു കാര്യം നാട്ടുകാരോട് പറയട്ടെ. എന്തോന്നു? കുരിശ് മൂട്ടം അല്ലേ? കുരിശിന് അത്രയും വലിയ മൂട്ടുണ്ടോ അറിയില്ല. ഏതായാലും അങ്ങനെ ഒരു പേരുള്ളത് കാര്യമാണ്. കുരിശുമുട്ടൻകാരോട് ഞാൻ പറയാം, ക്രിസ്തുവിന്റെ മനുഷ്യത്വത്തിന്റെ തിളക്കം വേണ്ടും പോലെ താങ്കൾ അറിഞ്ഞാൽ ഈ ക്രിസ്തുവിലേക്ക് താങ്കൾ ഇങ്ങ് ഒഴുകി വരും. ഇങ്ങനെ അനുകരിക്കാൻ, അനുസരിപ്പാൻ, ആരാധിപ്പാൻ, ആശ്രയിപ്പാൻ കരുത്തുള്ള വേറൊരുവനില്ലെന്ന് ആരും നിർബന്ധിക്കാതെ തന്നെ ഈ മഹത്വം അറിഞ്ഞവൻ യേശുവിലേക്ക് വരും. അതിനാരും കാശ് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഏതോ ഒരു പള്ളിയോ പിള്ളയോ പറഞ്ഞല്ലോ കഴിഞ്ഞിടയ്ക്ക്, പെന്തക്കോസുകാർ ആളിനെ കൂട്ടുന്ന കാശ് കൊടുത്തിട്ടാണ്. ഈ പറഞ്ഞ പുള്ളിയുടെ കുടുംബത്തിനകത്ത് 10-26 പെന്തക്കോസുകാരുണ്ട്. ആര് കാശ് കൊടുത്തെന്നുള്ള കാര്യം പുള്ളി അന്വേഷിക്കണം മാന്യമായിട്ട്. കാശ് കൊടുത്തിട്ടൊന്നുമല്ല പെന്തക്കോസിൽ ആള് കയറുന്ന, യേശുവിൻ്റെ മഹത്വം അറിഞ്ഞിട്ടാണ്, യേശുവിനെ നേടേണ്ടതിന് വേണ്ടിയാ. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഞാൻ എന്തായാലും ഒരു കാര്യത്തിൽ എനിക്ക് ബഹുമാനമുണ്ട്. കള്ള് കൊടുത്തിട്ടാണെന്ന് പറഞ്ഞില്ലല്ലോ, അടങ്കൽ പുള്ളിയുടെ ആണല്ലോ. അപ്പൊ പിന്നെ അത് കൊടുത്തിട്ടാ ഇതിനകത്തോട്ട് വരുന്നതെന്ന് പറഞ്ഞില്ല. കള്ള് വിട്ട്, പുകവലി വിട്ട്, ലഹരി പദാർത്ഥങ്ങൾ വിട്ട്, അടിപിടി കേസുകൾ വിട്ട്, കലാപങ്ങൾ വിട്ട്, പെറ്റമ്മ പോലും തല കൈവച്ച് പ്രാഗി അലയ്ക്കുന്ന സ്വഭാവ ദുശീല ദുർഗുണങ്ങൾ വിട്ട് ക്രൈസ്തവികതയിലേക്ക് ഞങ്ങൾ വന്നത് സായിപ്പിന്റെ പെർഫ്യൂമിന്റെ മണമുള്ള ഡോളർ കണ്ടിട്ടോ, അവര് കെട്ടിത്തരാമെന്ന് പറഞ്ഞ വീട് കണ്ടിട്ടോ ഒന്നുമല്ല, ക്രിസ്തുവിന്റെ മഹത്വം കണ്ടിട്ടാ. കെട്ടുതാലി പൊട്ടിച്ചിറങ്ങി വന്ന ഞങ്ങളുടെ ആന്റിമാരും മമ്മിമാരും ഉണ്ട് ഇതിനകത്ത്. ഭർത്താവ് കള്ളുകുടിയൻ കുനിച്ചു നിർത്തി പടപടൊന്ന് മുതുകത്ത് ഇടിച്ചിട്ടും കർത്താവിന്റെ ആരാധിക്കുവാനുള്ള ആരാധന മുടക്കാത്ത സമർപ്പണമുള്ള ഞങ്ങളുടെ ആന്റിമാരുണ്ട് അതിനകത്ത്. ഞങ്ങളുടെ മാതാക്കളുണ്ട്, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുണ്ട്. ആഠ്യത്വമുള്ള കുടുംബത്തിൽ നിന്ന് ജീവിതം അനുഭവിക്കാൻ കൂടെ കയറിയ ഭാര്യ പറഞ്ഞു, യേശുവിന്റെ പുറകെ നിങ്ങളെങ്കിൽ ഞാനിന്റെ കൂടെ എന്ന് പറഞ്ഞ് കെട്ടിപ്പറക്കി പോയിട്ട് യേശുവിനെ വിടാതെ ഒറ്റയ്ക്ക് വിഭാര്യനായി നിന്ന് പല പ്രിയപ്പെട്ടവരെയും എനിക്കറിയാം. ഇതൊന്നും കാശ് കിട്ടിയിട്ടല്ല, യേശുവിന്റെ മഹത്വം അറിഞ്ഞിട്ട്. അത് ബോധ്യമായവർ, ആ മഹത്വത്തെ അനുഭവിക്കുന്നവരെ കാരമടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. ആർക്കും നമ്മളെ പിന്തിരിപ്പിക്കാൻ പറ്റില്ല. ഒരു വികല സരസ്വതിക്കും വികലമായ വാചകങ്ങൾക്കും വികല സാഹിത്യങ്ങൾക്കൊന്നും പെന്തക്കോസ്തിന്റെ ശക്തിയെ പിന്തിരിപ്പിക്കാൻ പറ്റില്ല. യേശുവിന്റെ മനുഷ്യത്വത്തിന്റെ തിളക്കം അതാണ് നമ്മെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. സമയം തീരുന്നല്ലോ. ആദ്യത്തെ ദിവസം നീണ്ടുപോയാൽ അടുത്ത ദിനങ്ങളെ അത് ബാധിക്കുമെന്നുള്ളത് കൊണ്ട് ഞാൻ വേഗം നിർത്താം. സ്തോത്രം. ഇടയ്ക്കിടയ്ക്ക് നിർത്താന്ന് പറയുന്ന കേൾക്കുമ്പോൾ ഒരു ആശ്വാസം ഉണ്ടല്ലോ, അതൊരു ഇടക്കാല ആശ്വാസമാണ്, നിർത്താനൊന്നും അല്ല. സ്തോത്രം. എങ്കിലും ചിലത് പറയാം. കേട്ടോണം. മനുഷ്യത്വത്തിന്റെ തിളക്കം മാത്രമല്ലേ പറഞ്ഞുള്ളൂ, ദൈവത്വത്തിന്റെ മഹത്വം അതും കൂടെ അറിയണം. മനുഷ്യത്വത്തിന്റെ മഹത്വം പറഞ്ഞു കഴിഞ്ഞു 3 വാക്യങ്ങളിലൂടെ. ദൈവത്വത്തിന്റെ മഹത്വം അത് നാം അറിയണം. കൊലോസ്യലേഖനം 1:27 മഹത്വത്തിന്റെ പ്രത്യാശ എന്ന് പറയുമ്പോൾ ആ ക്രിസ്തുവിന്റെ മഹത്വം കൊലോസ്യലേഖനം 1-ാം അധ്യായത്തിൽ തന്നെ പറയുന്നുണ്ട്. ശ്രദ്ധിച്ച് 12 മുതൽ 27 വരെയുള്ള വാക്യം. 12-ാമത് വാക്യം മുതൽ ഏതാണ്ട് 21 വരെ ക്രിസ്തുവിന്റെ മഹത്വം അക്കമിട്ട് പറഞ്ഞിട്ട് 27-ാമത് വാക്യത്തിൽ പറയുന്നത് മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു. അപ്പൊ ആ മഹത്വം എന്താണെന്ന് നമ്മൾ അറിയണം. പ്രൈസ് ദി ലോർഡ്. അത് 12 മുതൽ ഞാനൊന്ന് പറയാം. അതിനിടയ്ക്ക് ഈ കൊലോസ്യലേഖനത്തെ വിഷയാടിസ്ഥാനത്തിൽ ഞാനൊന്ന് പഠിച്ചോട്ടെ, ഞാനൊന്ന് വിവരിച്ചോട്ടെ, യൂത്ത്സിനൊക്കെ അത് ഗുണകരമാകാൻ വേണ്ടി. നമ്മുടെ തോമസ് സാറ് ഞങ്ങളെല്ലാം കൂടെ ചേർന്ന് വർഷങ്ങളായി നടത്തി വരുന്നൊരു ലേഖന പഠന ക്ലാസ് ഉണ്ട്. അദ്ദേഹം അതിലെ സജീവ അംഗമാണ്. ലേഖനങ്ങളൊക്കെയാണ് ഞങ്ങൾ പദാനുബദ്ധമായി പഠിക്കുക. ഇപ്പം ഞങ്ങൾ എബ്രായ ലേഖനം 4-ാം അധ്യായത്തിൽ നിൽക്കുക. ആ ക്ലാസ്സുമായി ജോയിൻ ചെയ്യാൻ ആഗ്രഹമുള്ളവർ തോമസ് ഫാസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടാൽ മതിയാകും. അദ്ദേഹം അതിന് ലിങ്ക് തരും. രാവിലെ 7 മുതൽ
8 വരെയുള്ള 1 മണിക്കൂർ നേരമാണ്. ഒറ്റ മണിക്കൂർ കൃത്യമായി നിങ്ങൾക്ക് കിട്ടും പഠിക്കേണ്ടതിന് പൗലോസിൻ്റെ ലേഖനങ്ങൾ. ഞായറാഴ്ച ഒഴികെ എല്ലാ ദിവസവും ആ ക്ലാസ്സുകളുണ്ട്. നാളെയുമുണ്ട് ആ ക്ലാസ്സുകൾ. അദ്ദേഹം അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് സമ്മാനിക്കും, പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് മാത്രം. ഓക്കെ, അപ്പം ഞാൻ കൊലോസ്യ ലേഖനത്തിൻ്റെ ആ വിവരമൊന്ന് തരാം. യൂത്ത്സ്, മക്കളുമാർ, മോന്മാരെല്ലാം അതൊന്ന് കുറിച്ചു കൊള്ളണം. 1-ാം അധ്യായം ദ ഡീറ്റി ഓഫ് ക്രൈസ്റ്റ് ആണ്. ക്രിസ്തുവിൻ്റെ ദൈവത്വമാണ് 1-ാം അധ്യായം. 2-ാം അധ്യായമാണ് ഞാൻ നിങ്ങളെ ധരിപ്പിക്കാൻ ആഗ്രഹിക്കുക. യൂത്ത്സിന് വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. അധാർമികതയുടെ തലമുറ പെരുത്ത് വല്ലാത്ത കുഴപ്പങ്ങൾ ഉണ്ടാക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാവരും അറിയേണ്ടതാണ് കൊലോസ്യ ലേഖനം 2-ാം അധ്യായം. അതിലെ 4 വാക്യങ്ങൾ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. 2-ാം അധ്യായം ഫോർ വാർണിംഗ്സ് ടു ദ യൂത്ത്സ്. യൂത്തിന് വേണ്ടിയുള്ള 4 മുന്നറിയിപ്പുകൾ കൊലോസ്യ ലേഖനം 2-ാം അധ്യായം. ആ 4 മുന്നറിയിപ്പുകളുടെ വാക്യം മാത്രം പറയാം. ആ വാക്യം കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കതിൻ്റെ ആധികാരികത മനസ്സിലാകും, അതിൻ്റെ കാലിക പ്രസക്തി മനസ്സിലാകും. അത് നിങ്ങൾ പ്രസംഗമാക്കണം, പ്രബന്ധമാക്കണം, പ്രബോധനമാക്കണം, സെമിനാർ ചെയ്യണം. കുഞ്ഞുങ്ങളെ ഇന്ന് മുതൽ തുടങ്ങിയില്ലേ അവരുടെ അവധി? 2 മാസം അവരെ പിടിച്ചിരുത്തി ക്ലാസ് കൊടുക്കണം. ഈ ഞായറാഴ്ച 45 മിനിറ്റ് പോലും ദൈർഘ്യമില്ലാത്ത സൺഡേ സ്കൂൾ കൊണ്ടൊന്നും കാര്യം നടക്കില്ലെന്ന് പഠിക്കണേ. ഇതുപോലെയുള്ള അവധി ദിവസങ്ങൾ അവരെ പിടിച്ചിരുത്തി ലേഖനങ്ങളിലൂടെയുള്ള ഉപദേശങ്ങൾ കൊടുക്കണം. ശ്രദ്ധിച്ച്, കൊലോസ്യ ലേഖനം 2 ദൈവദാസന്മാർക്കെല്ലാം ഞാനത് ശുപാർശ ചെയ്യുന്നു. ഈ അവധി ദിവസങ്ങൾ VBS ആക്ഷൻ സോങ്ങും കാര്യങ്ങളും ഒക്കെ നല്ലത്. കുഞ്ഞുങ്ങൾക്കത് ഭയങ്കര ഇൻട്രസ്റ്റ്. അതിനിടയ്ക്ക് ബൈബിൾ സ്റ്റഡി നടത്തണം, വേദപുസ്തകം പഠിപ്പിക്കണം, അപ്പോസ്തലിക ഉപദേശം പഠിപ്പിക്കണം. അതിന് പറ്റിയ ഒരു പാഠം ഞാൻ തരികയും 4 ചിന്തകൾ ഒറ്റ പ്രസംഗത്തിലാക്കരുത്, അത് അവരോട് ചെയ്യുന്ന ചതിയായിരിക്കും. 4 പ്രസംഗങ്ങളാക്കണം ഈ 4 വാക്യങ്ങൾ. ഏതൊക്കെയാണ് 4 വാക്യങ്ങൾ? 2-ാം അധ്യായം 4-ാം വാക്യം, വശീകരണ വാക്കുകൊണ്ട് ആരും നിങ്ങളെ ചതിക്കരുത്. ഉണ്ടോ? പെൺകുഞ്ഞുങ്ങൾ ചതിക്കപ്പെടരുത്, ആൺകുഞ്ഞുങ്ങൾ ചതിക്കപ്പെട്ടു പോകരുത്. പെറ്റമ്മയ്ക്ക് നൊമ്പരമുണ്ടാക്കി, അപ്പന് നൊമ്പരമുണ്ടാക്കി, സഭയ്ക്ക് അപമാനമുണ്ടാക്കി, പാസ്റ്റർക്ക് തലയിൽ കൈവച്ച് നിരവധി ദൈവദാസന്മാർക്ക് അപമാനമുണ്ടാക്കി നീ വഴിയാധാരമാകരുത്. വശീകരണ വാക്ക നിന്നെ ചതിക്കാൻ ഉപയോഗിക്കുന്ന ശത്രുവിൻ്റെ ഏറ്റവും വലിയ തന്ത്രം. വശീകരണ വാക്ക് അനുമോദനത്തിൻ്റെ ആണെന്ന് തോന്നിപ്പോകും, പ്രശംസയുടേതാണെന്ന് തോന്നിപ്പോകും. പക്ഷേ നിന്റെ പുഷ്ടിയുള്ള ശരീരത്തെ, നിന്റെ സൗന്ദര്യത്തെ, നിന്റെ സ്മാർട്ട്നെസ്സിനെ, നിന്റെ കയ്യിലെ കാശിനെ, നിന്റെ മിടുക്കനെ വസൂലാക്കാൻ വേണ്ടിയുള്ള തന്ത്രമാണ് നീ കേൾക്കേണ്ടി വരുന്ന ഈ വശീകരണ വാക്കുകൾ. അത് വശീകരണ വാക്കാണ്, എന്നെ തകർക്കാനുള്ളതാണെന്ന് തിരിച്ചറിയണമെങ്കിൽ ആത്മാവിൻ്റെ വിവേചന ശക്തി പ്രാപിച്ചോണം നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാവരും. അവരെ ഇരുത്തി പണ്ടൊക്കെ നമ്മുടെ സഭയിൽ കാത്തിരിപ്പ് യോഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ കാലഹരണപ്പെട്ടു പോയി. കുഞ്ഞുങ്ങളൊക്കെ ഇരുന്ന് ആത്മനിറവ് പ്രാപിക്കണം. അപ്പോഴാണ് അവർക്ക് വിവേചന വരം കിട്ടുക. ചില ചിരികളും ചില സന്ദർശനങ്ങളും ചില ദാനങ്ങളും ചില പ്രത്യേകമായ അനുമോദനങ്ങളുടെയൊക്കെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന അപകടം അവർക്ക് മനസ്സിലാകണമെങ്കിൽ അവർ വിവേചന ബുദ്ധിയുള്ളവരാകണം. ഈ കാലത്ത് പ്രത്യേകിച്ച് വാട്സപ്പ്, യൂട്യൂബ്, ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റഗ്രാം ഒക്കെ കുഞ്ഞുങ്ങളുടെ കയ്യിലല്ലേ? അതിനകത്തൂടെ വരുന്ന വാചകങ്ങളൊക്കെ തന്നെ അവരെ വശീകരിക്കാൻ പര്യാപ്തമായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ 2-ാം അധ്യായം 4-ാം വാക്യം വളരെ ഗൗരവമാണ്. ഇനി മറ്റൊരു വാക്യം തരാം, 8-ാം വാക്യം 2-ന്റെ 8. തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ കവർന്നു കളയരുത്. കണ്ടോ? കോഴിക്കുഞ്ഞിനെ കാക്ക അല്ലെങ്കിൽ പുള്ള് അല്ലെങ്കിൽ പരുന്ത് റാഞ്ചിക്കൊണ്ടു പോകുന്നത് പോലെ സഭയ്ക്കകത്തുനിന്ന്, ഉപദേശത്തിൽ നിന്ന്, അമ്മയുടെ കയ്യിൽ നിന്ന്, അപ്പൻ്റെ കയ്യിൽ നിന്ന്, കൂട്ടായ്മക്കാരുടെ ഇടയിൽ നിന്ന് അടിച്ചു മാറ്റിക്കൊണ്ട് പോകാൻ ശ്രമമല്ല, അത് വിജയിപ്പിക്കുന്ന നിരവധി ആളുകളുണ്ട്. മനസ്സിലായോ? ഉപദേശത്തിൻ്റെ പവിത്രത വിട്ട് എനിക്കവനെ മതി, മമ്മി എന്തോ പറഞ്ഞാലും എനിക്കത് മതി. നമ്മുടെ സഭയുമായിട്ട് ഉപദേശവുമായിട്ട് യേശുവിനെ അറിയാത്ത ഒരുത്തൻ എനിക്കൊന്നും കേൾക്കണ്ട, ഞാൻ അറിയിച്ചോളാം പുള്ളി യേശുവിനെ, എനിക്കവനെ തന്നെ മതി. ഒറ്റക്കാലം നിൽക്കുക. യൂത്ത് മീറ്റിങ്ങിന് സമൂഹഗാനം ഒറ്റയ്ക്ക് പാടിയ പാർട്ടി അറിയാവോ? എന്നെ കൃപയായിരുന്നെന്നറിയാം. പാട്ട് കേട്ട്, പ്രസംഗം കേട്ട്, പ്രബോധനം കേട്ട് ജഡ്ജസ് തന്നെ അമ്പരന്ന് നിന്നിട്ടുണ്ട്. അവളാ ഇപ്പം പറഞ്ഞ് എനിക്ക് അവനെ മതിയെന്ന്. അവൻ പറയുക എന്നെ സംഘാടക മികവായിരുന്നു, അവൻ പറയുക ഇപ്പൊ എനിക്ക് അവളെ മതിയെന്ന്. എടാ, അത് വിശ്വാസിയാണോ അല്ലയോ എന്നൊന്നും എനിക്ക് വിഷയമല്ല. പപ്പയ്ക്ക് മനസ്സുണ്ടെങ്കിൽ ഇല്ലേ നാളെ ഞാൻ വിളിച്ചുകൊണ്ട് വരുമെന്ന്. കവർന്നു കളയുക ഉപദേശത്തിൽ നിന്ന്, വിശുദ്ധിയിൽ നിന്ന്, വേർപാടിൽ നിന്ന്, ആത്മിക പൈതൃകത്തിൽ നിന്ന് കവർന്നു കളയുന്നു. കൊലോസ്യ ലേഖനത്തിന്റെ ഊറ്റമാണ് ഞാൻ പറയുക. ക്രിസ്തുവിനെ നേടണമെന്നുണ്ടെങ്കിൽ ഈ മുന്നറിയിപ്പുകൾ അവഗണിക്കാതെ നിന്നേ പറ്റൂ. 16-ാം വാക്യം കണ്ടോ? വാവ്, ശബത്ത്, തിരുനാള്, പെരുന്നാള്, ഭക്ഷണ കാര്യങ്ങളിൽ ആരും നിങ്ങളെ വിധിക്കാൻ പാടില്ല.
ആരും നിന്നെ വിധിക്കരുത്. നീ എന്താ ഇങ്ങനെ, നീ എന്താ ഇവിടെ, നീ എന്താ അവൻ്റെ കൂടെ, നീ എന്താ അവരുടെ കൂടെ എന്നൊന്നും പറഞ്ഞ് ആരും വിധിക്കരുത്. മനസ്സിലായോ? നമ്മളെ കുറ്റപ്പെടുത്തുന്ന ഒരു കാര്യത്തിനും നിന്നു കൊടുക്കാതെ പെർഫെക്റ്റ് ആകണം ജീവിതം. അതാണ് 16ാമത് വാക്യം. മനസ്സിലായില്ലേ? ഉത്തരവാദിത്വത്തിൻ്റെ ആത്മീയത സൂക്ഷിച്ച് നാടിലൂടെ നടക്കാൻ കഴിയണം. സമൂഹത്തിന് ബോധ്യമാകണം നീ ക്രിസ്തുവിൻ്റെ തന്നെയാണ്. 2:16 വാക്യം. ഇനി 2:18 നോക്കിക്കേ. ഞാനതൊന്നും വിവരിക്കുന്നില്ല, സ്കെൽട്ടൻ മാത്രം തരിക. 2:18 വാക്യത്തിന്റെ അവസാന ഭാഗം പറയുന്നത്, ആരും നിങ്ങളുടെ വിരുത് തെറ്റിക്കരുത്. ഒരു ടാർഗറ്റ് ഉണ്ട് മോളെ, നിനക്കൊരു ഫിനിഷിംഗ് പോയിന്റ് ഉണ്ട്, അവിടെ എത്തണം നീ. ബാംഗ്ലൂർ, പൂനെയിൽ, താനയിൽ, മുംബൈയിൽ, കൊൽക്കത്തയിൽ, ദില്ലിയിൽ, വിശാഖപട്ടണത്ത്, വിജയവാഡയിലൊക്കെ പഠിപ്പിക്കാൻ വിട്ടത് 4 മാസം അവിടെ പോയി നിന്നിട്ട് ചപ്പാത്തി പോരാ, അവിടുത്തെ ക്ലൈമറ്റ് പോരാന്ന് പറഞ്ഞ് തിരിച്ച് ബെറ്റിംഗ് എടുത്ത് അടുത്ത കല്ലട ബസ്സിന് ഇങ്ങോട്ട് പോരാനല്ല. നീ അവിടെ പൂരിപ്പിക്കാൻ വേണ്ടിയാ, പൂർത്തിയാക്കാൻ വേണ്ടിയാ പോയത്. അതിനുവേണ്ടി അവിടെ തന്ന പൈസ ഉണ്ടല്ലോ, നിന്റെ അപ്പൻ്റെ നെറ്റിത്തടം വിയർത്തത്, മഞ്ഞുവെള്ളം തോരുന്നതിന് മുമ്പ് വീട് വിട്ടിറങ്ങിപ്പോയി നിന്റെ അപ്പൻ സമ്പാദിച്ച പണമാ നിനക്ക് വേണ്ടി അവിടെ തന്നത്. അമ്മ തൊഴിലുറപ്പിന് പോയി ഉണ്ടാക്കിയ പണമാ മക്കളെ. ദേ മമ്മിയുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന പൈസയൊക്കെ പെട്ടെന്ന് വാങ്ങിച്ചുകൊണ്ട് ഓടിപ്പോകരുത്. അതിന് ശ്രദ്ധിച്ചു നോക്കിയാൽ ചില നോട്ടിന് കടുകിൻ്റെ മണമുണ്ട്, ചിലതിന് ജീരകത്തിൻ്റെ മണമുണ്ട്. എവിടൊക്കെയോ ഇട്ട് വെച്ചിരുന്നത് നിന്റെ ഭാവിക്ക് വേണ്ടി എടുത്ത് തന്നതാ. ആ അമ്മയുടെ പണത്തെ നീ വ്യർത്ഥമാക്കിയിട്ട് അതുവഴി ഇതുവഴി നിന്റെ വിരുത് തെറ്റിച്ച് കളഞ്ഞിട്ട് ഫിനിഷ് ചെയ്യാതെ നീ പെട്ടിയെടുത്ത് തിരിച്ചു പോന്നാൽ പ്രണയത്തിൻ്റെ പേരിൽ, ഭോഗാലസ ജീവിതത്തിൻ്റെ പേരിൽ, സുഖസൗകര്യങ്ങളുടെ പേരിൽ, ആർഭാടത്തിൻ്റെ ആഡംബരത്തിൻ്റെ പേരിൽ വഴിയാധാരമായി പോയാൽ അബദ്ധമായി മാറും. അതാ കൊലോസ്യ ലേഖനം നൽകുന്ന യൂത്ത്സിനെ കുറിച്ചുള്ള വലിയ കാഴ്ചപ്പാട്. ബോധ്യമായവർ കർത്താവിനെ സ്തുതിച്ചാട്ടെ. മമ്മിമാരൊക്കെ ഈ 4 മുന്നറിയിപ്പുകൾ ഏറ്റെടുത്ത് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണേ. ഇനി ഞാൻ വേഗം പറഞ്ഞ് നിർത്താം. 1-ാം അധ്യായം 12 മുതൽ അങ്ങ് താഴോട്ടുള്ള വാക്യങ്ങളിൽ ക്രിസ്തുവിൻ്റെ ദൈവത്വ മഹത്വമാണ് പറയുക. 1, 2, 3 വേഗം ഞാൻ പറയാം. 12-ാം വാക്യം, കൊലോസ്യ ലേഖനം 1:12, വെളിച്ചത്തിൽ അവകാശിയാക്കി നമ്മെ മാറ്റിയ ക്രിസ്തു. കൊലോസ്യർ 1:12. 1:13, നമ്മെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച സ്നേഹസ്വരൂപനായ ക്രിസ്തു. നിങ്ങൾ നോക്കിക്കോണം വാക്യത്തിൽ. ഈ ക്രിസ്തുവിനെ നേടാനാണ് നമുക്ക് കിട്ടിയ പ്രബോധനം ഇന്ന് രാത്രിയിൽ. ഞാനതിൻ്റെ വിശദീകരണം തരികയാണ്. ഒന്ന്, വെളിച്ചത്തിന് അവകാശമാക്കിയ ക്രിസ്തു. ക്രിസ്തുവിലേക്ക് വരുന്നതിന് മുൻപ് ഒരു വ്യക്തി അന്ധകാരത്തിൽ, അബദ്ധജടിലമായ ഉപദേശങ്ങളിൽ, വ്യർത്ഥമായ സമ്പ്രദായങ്ങളിൽ, അവൻ്റെ പ്രത്യുൽപാദന വ്യവസ്ഥിതിക്ക്, അവൻ്റെ രക്തചംക്രമണ വ്യവസ്ഥിതിക്ക്, അവൻ്റെ ദഹനേന്ദ്രിയ വ്യവസ്ഥിതിക്ക്, അവൻ്റെ തലച്ചോറിൻ്റെ പ്രവർത്തന വ്യവസ്ഥിതിക്കൊക്കെ തകരാറ് വരുത്തുന്ന മദ്യം, ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിച്ച് വല്ലാത്തൊരു തിന്മയിലൂടെ ഇരുട്ടിൽ തപ്പിത്തടയുക. അങ്ങനെയുള്ളവനെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുന്നത് യേശു മാത്രമാണ്, വേറൊരാളുകൂടെ ഇല്ലെന്ന് തിരിച്ചറിഞ്ഞോണം. അതാ വെളിച്ചത്തിൻ്റെ അവകാശിയാക്കിയ. അടുത്തത്, ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് പറഞ്ഞ ആദീശത്വ പൈശാചിക വ്യാപാരത്തിൽ നിന്നും നമ്മെ വിടുവിച്ച ക്രിസ്തു. 13-ാം വാക്യം. 14-ാം വാക്യം എന്താണെന്നറിയാം? നമ്മളെ വീണ്ടെടുത്ത ക്രിസ്തു. അതെത്ര സുന്ദരമാണ്. വെള്ളി പൊന്നെ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, കുന്ന് കയറിയത് കൊണ്ട്, മല ഇറങ്ങിയത് കൊണ്ട്, പുഴ താണ്ടിയത് കൊണ്ട്, കടൽ നീന്തിയത് കൊണ്ട്, ദേഹം മുറിച്ച് രക്താർപ്പണം നടത്തി നരബലി, മൃഗബലി അടക്കമുള്ള പദയാത്ര, തീർത്ഥയാത്ര ചെയ്തതുകൊണ്ടല്ല നമ്മൾ വീണ്ടെടുക്കപ്പെട്ടത്. അവൻ തന്റെ ചങ്കിലെ ചോര നമുക്ക് വേണ്ടി ഊറ്റി തന്നതുകൊണ്ട്. അതിൽ വിശ്വാസം, അതിൽ പ്രതിബദ്ധതയുമുള്ളവരെ കരമുയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ആ വീണ്ടെടുപ്പുകാരൻ, അതാണ് ക്രിസ്തുവിന്റെ മഹത്വം. ആ ക്രിസ്തുവിനെ നാം നേടണം. ഹല്ലേലൂയ. 15-ാം വാക്യം നോക്കിക്കേ. ദൈവത്തിന്റെ പ്രതിമയായ ക്രിസ്തു, ദ ഇമേജ് ഓഫ് God, the exact image of God. ദൈവം എന്താണോ അത് തന്നെയാണ് ക്രിസ്തു എന്ന 15-ാം വാക്യം. 16-ാം വാക്യം, സൃഷ്ടിതാവായ ക്രിസ്തു. സകലതും അവനാൽ സൃഷ്ടിക്കപ്പെട്ടു, അവന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടു, അവൻ മൂലം സൃഷ്ടിക്കപ്പെട്ടു എന്ന് 16-ാം വാക്യം. പക്ക തിയോളജിയാണത് 16-ാം വാക്യം. 17-ാം വാക്യം എല്ലാവരും അറിയണം. സർവത്തിനു മുൻപേ ഉള്ളവൻ എന്ന് പറഞ്ഞ നിത്യനായ ക്രിസ്തു. സർവത്തിനു മുൻപേ ഉണ്ടായവനല്ല, ഉണ്ടാക്കപ്പെട്ടവനല്ല, ഉളവായവനല്ല, പകരം ഉള്ളവൻ എന്ന് പറഞ്ഞാൽ നിത്യനായവൻ എന്നാണ് അതിൻ്റെ അർത്ഥം. മനസ്സിലായോ? 17-ാം വാക്യത്തിൽ വേറൊരു ചിന്ത കൂടെയുണ്ട്. കുഞ്ഞുങ്ങൾ ഏറ്റെടുക്കാൻ വേണ്ടി പറയാം. നിങ്ങളുടെ നെഞ്ചിലത് പതിപ്പിക്കണം, ആൺകുഞ്ഞുങ്ങളും പെൺകുഞ്ഞുങ്ങളും. എന്താണെന്നറിയാമോ? 17-ാം വാക്യം പറയുന്നു, സർവത്തിനും ആധാരമായ ക്രിസ്തു എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഭാവിയുടെ ആധാരം. ശുശ്രൂഷകന്മാർ ശ്രദ്ധിക്കണം, നിങ്ങളുടെ ശുശ്രൂഷയുടെ ആധാരം. എല്ലാവരും ശ്രദ്ധിക്കണം, നമ്മുടെ ആരോഗ്യത്തിൻ്റെ ആധാരം, നമ്മുടെ ആഹാരത്തിൻ്റെ ആധാരം, നമ്മുടെ ആയുസിൻ്റെ ആധാരം കർത്താവാണെന്ന് വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? എത്ര കാലം ജീവിച്ചിരിക്കണമെന്ന് ചിന്തിക്കുന്നതും നമ്മളെ അതിനുവേണ്ടി നിയോഗിക്കുന്നതും നിംസും കിംസും മിംസും
എയിംസും കോസ്മോപോളിറ്റൻ ശ്രീബ മെഡിസിറ്റിയും മെഡിക്കൽ കോളേജിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാരാരുമല്ല. ഈ പാർത്തലത്തിൽ എത്ര കാലം വിശുദ്ധിയോടെ ജീവിക്കണമെന്നും കർത്താവിന് വേണ്ടി എത്ര കാലം പ്രയോജനപ്പെടണമെന്നൊക്കെ തീരുമാനിക്കുന്നത് നമ്മുടെ ആധാരം കയ്യിലുള്ള കർത്താവാണ്. ആ കർത്താവിനെ നാം നേടേണ്ടത്. ഹല്ലേലൂയ. അത് ക്രിസ്തുവിന്റെ മഹത്വമാണ്. 17-ാം വാക്യം. 18-ാം വാക്യം പറയുന്നത് സഭയുടെ തലയായ ക്രിസ്തു. 19-ാം വാക്യം പറയുന്നത് ദൈവത്തിന്റെ സകല സമ്പൂർണ്ണതയും ദേഹരൂപമായി വസിക്കുന്ന ക്രിസ്തു. 20-ാം വാക്യം പറയുന്നത് തൻ്റെ രക്തം കൊണ്ട് നമുക്ക് സമാധാനമുണ്ടാക്കിയ ക്രിസ്തു. 21-22 പറയുന്നത് നമ്മെ ദൈവത്തോട് നിരപ്പിച്ച ക്രിസ്തു. ഈ ക്രിസ്തുവിന്റെ ഇത്രയും കാര്യങ്ങൾ 21 വരെ പറഞ്ഞിട്ടാ പറയുക മഹത്വത്തിന്റെ പ്രത്യാശ. ആ ക്രിസ്തുവാണ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നത്. വിശ്വാസികളായി നമ്മുടെ ഏറ്റവും വലിയ പ്രാഗൽഭ്യം എന്താണെന്നറിയാമോ? ആ ക്രിസ്തു നമ്മുടെ എവിടെ വസിക്കുന്നു? ഉള്ളിൽ വസിക്കുന്നു. അവനിൽ വിശ്വസിക്കണം. വിശ്വസിച്ചാൽ മാത്രം പോരാ. ഏകരക്ഷകൻ, ഏക കർത്താവ്, ഏക ദൈവം, ഏക അവതാരം, ഏക മധ്യസ്ഥൻ, ഏക ആരാധ്യൻ എന്ന നിലയിൽ യേശുവിനെ കൈക്കൊള്ളണം. ഒത്തിരി മധ്യസ്ഥന്മാരുടെ കൂട്ടത്തിലൊരു മധ്യസ്ഥനായിട്ടല്ല, ഒത്തിരി ആരാധ്യന്മാരുടെ കൂട്ടത്തിലൊരു ആരാധ്യനായിട്ടല്ല, ഏക മധ്യസ്ഥനായി, ഏക ആരാധ്യനായി, ഏക കർത്താവായി, ഏക ദൈവമായി, ഏക രക്ഷകനായി കൈക്കൊള്ളണം. പറഞ്ഞു നിർത്തട്ടെ ഞാൻ. ഏക രക്ഷകനായി, ഏക കർത്താവായി, ഏക ദൈവമായി, ഏക മധ്യസ്ഥനായി, ഏക ആരാധ്യനായി കൈക്കൊള്ളണം. യേശുവിനെ വിശ്വസിക്കണം, കൈക്കൊള്ളണം. അത് കഴിഞ്ഞ് വേറൊരു ചടങ്ങ് കൂടെ ഉണ്ട്. എന്താണെന്നറിയാമോ? പറ്റിച്ചേരണം. കർത്താവിനോട് എന്തോ ചെയ്യണം? ചേരണം. ചേരണം കർത്താവിനോട്. ഗലാത്യലേഖനം 3:27 വാക്യം. ക്രിസ്തുവിനോട് ചേരുവാൻ, ബാക്കി പറ, ക്രിസ്തുവിനോട് ചേരുവാൻ. അപ്പൊ കർത്താവിനെ കൈക്കൊണ്ടാൽ മാത്രം പോരാ. കൈക്കൊണ്ടവരെന്തോ ചെയ്യണം? സ്നാനമേൽക്കണം. സ്നാനമേറ്റ് കഴിയുമ്പോഴേ എന്തോ ആവുള്ളൂ? ക്രിസ്തുവിനോട് ചേരുകയുള്ളൂ. ഞാൻ അതിനെക്കുറിച്ചൊരു തിയോളജി പറയട്ടെ, ശ്രദ്ധിച്ചോണം. പാസ്റ്റേഴ്സ്, വേദവിദ്യാർത്ഥികളടക്കം എല്ലാവരും ശ്രദ്ധിക്കണം. ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കണം. അപ്പൊ സ്നാനം ആരോട് ചേരാനാ? ക്രിസ്തുവിനോട് ചേരാൻ. അതിന്റെ ഭംഗിയാർന്നൊരു വാക്യം, അല്പം കൂടെ അപ്പോസ്തോലിക ഭാഷ നൽകുന്നൊരു വാക്യമാ 1 കൊരിന്ത്യർ 6:17 വാക്യം. കർത്താവിനോട് പറ്റിച്ചേരുന്നവൻ കർത്താവുമായിട്ട് എന്തോ ആകുന്നു? ഏകാത്മാവ്. ആ വാക്യമൊന്നും അറിയാതാണോ? മുൻനിരയിൽ ഇങ്ങനെ ശുഭ്രവസ്ത്രധാരികളായിട്ടിരിക്കുന്നു. 1 കൊരിന്ത്യർ 6:17 വാക്യം കണ്ടോ? കർത്താവിനോട് പറ്റിച്ചേരുന്നവൻ എന്തോ ആകുന്നു? അവനുമായി ഏക ആത്മാവാകുന്നു. അപ്പൊ കർത്താവിനെ കൈക്കൊള്ളുക 1, കർത്താവിൽ വിശ്വസിക്കുക 1, 2 കൈക്കൊള്ളുക, 3 പറ്റിച്ചേരുക, അല്ലെങ്കിൽ അവനുമായിട്ട് ചേരുക. ചേരുന്നവൻ കർത്താവുമായിട്ട് എന്തോ ആകുന്നു എന്നാ? ഏക ആത്മാവാകുന്നു. ആ വാക്യത്തിന്റെ പൊരുൾ നന്നായി മനസ്സിലാകണമെങ്കിൽ ഉൽപ്പത്തി പുസ്തകം 2:24 വായിക്കണം. അവിടെ പറയുന്നത് പുരുഷൻ അപ്പനെയും അമ്മയും വിട്ട്, ബാക്കി പറ, ഭാര്യയോട് പറ്റിച്ചേരും. ബാക്കി ഇരുവരും ഒരു ദേഹമായി മാറും. അപ്പൊ പുരുഷൻ ഭാര്യയോട് പറ്റിച്ചേർന്നാൽ ദേഹമായിട്ടാണ് മാറുക. ഭാര്യ പുരുഷനോട് പറ്റിച്ചേർന്നാൽ ഏക ദേഹമാകുക. ഒരു പുരുഷൻ ഒരു വേശ്യയോട് പറ്റിച്ചേർന്നാൽ അവളുമായി ഏക ദേഹമാകുന്നു. 1 കൊരിന്ത്യർ 6:17. പക്ഷേ ഒരു പുരുഷനോ സ്ത്രീയോ കർത്താവിനോട് പറ്റിച്ചേർന്നാൽ കർത്താവുമായിട്ട് എന്തോ ആകുന്നു? ആണ്ടമിണ്ടായിരിക്കുന്നു. ഏക ആത്മാവാകും. എന്റെ പൊരുൾ മനസ്സിലായോ? പുരുഷൻ ഭാര്യയോട് പറ്റിച്ചേർന്നാൽ ഏക ദേഹമാകും. അച്ഛാ, ഏക ദേഹമായാൽ ഒരു ഗുണവും വരുന്നില്ല. കാരണം ഈ ദേഹം ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോകാനുള്ളതാ. അതുകൊണ്ടാണ് ഞങ്ങൾ വിവാഹം നടത്തുമ്പോൾ NC സാർ അടക്കം, മാത്യു സാർ അടക്കം വിവാഹ ശുശ്രൂഷ നടത്തുമ്പോൾ മരണം നമ്മെ വേർപിരിക്കുന്ന ആൾ വരെ, എത്ര വലിയ ഉദാത്തമായ ദാമ്പത്യമാണെന്ന് പറഞ്ഞാലും മരിക്കുന്നതും വരെ ഉള്ളൂ അച്ഛാ 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 എന്ന് പറഞ്ഞ് പുറകെ. അത് കഴിഞ്ഞപ്പോൾ പിന്നെ അയ്യോ 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 എന്നും പറഞ്ഞ മനസ്സിലായില്ലേ? കാരണം ഈ ദേഹം ഒന്നിച്ച് നിങ്ങളായിരുന്നു, സംഗതി സമ്മതിക്കുന്നു. പക്ഷെ അത് മരണം കൊണ്ട് ആ ദേഹത്തിന്റെ ബന്ധം മാറി, ആ ദേഹത്തെ മണ്ണിൽ ഉപേക്ഷിച്ചു. മനസ്സിലായില്ലേ? എന്നാൽ കർത്താവുമായിട്ട് പറ്റിച്ചേർന്നവൻ ഏക ആത്മാവായതുകൊണ്ട് മരിച്ചു കഴിഞ്ഞാലും ആത്മമണ്ഡലത്തിലേക്ക് പ്രവേശിക്കും. അതുകൊണ്ട് സ്നാനപ്പെടാതെ പണിയൊന്നും നടക്കത്തില്ല. ആ കാര്യം കൂടെ അറിഞ്ഞോണം. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനത്താൽ നിങ്ങൾ ശുദ്ധിയുള്ളവരായി എന്ന് ഫാദർ പറഞ്ഞല്ലോ. ആ ശുദ്ധീകരണം നമുക്ക് ആത്മമണ്ഡലത്തിലേക്ക് പ്രവേശനം കിട്ടണമെങ്കിൽ കർത്താവിനോട് ചേരുന്ന സ്നാനത്തിൽ വന്നെങ്കിലേ പറ്റുള്ളൂ. അല്ലാതെ നടപടി ഉണ്ടാകത്തില്ല. എന്നെ കൂദാശ ചെയ്താലും കർത്താവ് വസിക്കുന്ന ആത്മമണ്ഡലത്തിലേക്ക് മാംസരക്തങ്ങൾക്ക് പ്രവേശനമില്ല. ആത്മജീവികൾക്ക് പ്രവേശനമുള്ളൂ. ആത്മാവുമായി ഒരുമിച്ചാകണമെങ്കിൽ കർത്താവിനോട് ചേരണം. ഉപദേശം പറയുമ്പോൾ വെറുതെ ഇരിക്കാതെ സ്തോത്രം പറ. അതാ ഗോലിയാത്തിനെ കിട്ടിയാലേ നമുക്ക് സ്തോത്രം വരത്തുള്ളൂ. ഉപദേശം പറയുമ്പോൾ നമ്മുടെ ഒരു ഇരിപ്പ് കണ്ടോ? ഞാൻ പറഞ്ഞ ഉപദേശം എത്ര പേർക്ക് മനസ്സിലായി? പുറകിലൊക്കെ മനസ്സിലാവുന്നുണ്ടോ? ആൻറ്റി, ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായോ? ഭർത്താവിനോട് പറ്റിച്ചേർന്നാൽ എന്തോ ആവും? ഏക ദേഹമാവും. വേശ്യയോട് പറ്റിച്ചേർന്നാൽ എന്തോ ആകും? ഏക ദേഹമാവും. കർത്താവിനോട് പറ്റിച്ചേർന്നാൽ എന്തോ ആകും?
ഏക ആത്മാവാകും. മരണം കൊണ്ട് ആത്മാവ് നശിക്കത്തില്ല. ആത്മാവിന് മരണമില്ല, അറിയാമോ? ആ ആത്മമണ്ഡലത്തിലേക്ക് കയറണമെങ്കിൽ കർത്താവിനോട് പറ്റിച്ചേരണം. വിശദീകരിക്കാം. അരക്കൊപ്പം വെള്ളത്തിൽ ഇറങ്ങി നിൽക്കുന്ന ഒരു ദൈവദാസന്റെ അരികിലേക്ക് ഒരാൾ പ്രാർത്ഥന മന്ത്രണത്തോടെ ഇറങ്ങി വരുന്നു. ആ വ്യക്തിയെ പാകത്തിന് തന്റെ മുമ്പിൽ പിടിച്ചു നിർത്തുന്നു. ഭക്തിയോടെ കരങ്ങൾ കൂപ്പി നിൽക്കുന്ന ആ വ്യക്തിയോട് ഈ വ്യക്തി, അതായത് ആദ്യം ആ വെള്ളത്തിൽ ഇറങ്ങിയ അഭിഷക്ത ദൈവദാസൻ, അദ്ദേഹത്തിന് നമ്മൾ പേര് കൊടുക്കുന്നു സ്നാപകൻ. ഇറങ്ങി വന്ന വ്യക്തിക്ക് നമ്മൾ പേര് കൊടുക്കുന്നു സ്നാനാർത്ഥി. സ്നാനാർത്ഥിയോട് സ്നാപകൻ ചില ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിനെല്ലാം മറുപടി യെസ് 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 യെസ്, അതെ അതെ അതെ, ഉവ്വ് 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 എന്നാണ് മറുപടി. എങ്കിൽ ഒരു ബ്ലെസ്സിംഗ് പ്രയർ ഒക്കെ നടത്തിയിട്ട് ആ കുപ്പിപ്പിടിച്ച കയ്യിലേക്ക് ഒരു കരം കൊണ്ടൊന്നു താങ്ങി, പെടലിക്കൊരു കരം കൊണ്ടൊന്നു താങ്ങി, നിന്റെ വാമൊഴിയിൻ പ്രകാരം, വിശുദ്ധ തിരുവെഴുത്തുകളിൻ പ്രകാരം ഞാൻ നിന്നെ ഈ വെള്ളത്തിൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനപ്പെടുത്തുന്നു. ചില അഭിഷക്ത ദൈവദാസന്മാർ മുഴുകൽ സ്നാനം കഴിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് പിടിച്ച് ഒരൊറ്റ മൂക്കും. അങ്ങനെ പിടിച്ച് മുക്കുന്നത് വാശി തീർക്കാനല്ല. വാശി തീർക്കാനാണെങ്കിൽ മുക്കി വെച്ചോണ്ടിരുന്നാൽ മതിയല്ലോ, പൊക്കണ്ടല്ലോ. ഇത് വാശി തീർക്കുന്ന ഇടപാടല്ല. പിന്നെന്തിനാ മുക്കുന്നേ? അണിവരൽ പോലും പുറത്ത് കാണാതെ, മുടിനാരഴ പോലും ജലപ്പരപ്പിൽ പൊന്തിക്കിടക്കാതെ, എത്ര വണ്ണക്കാരിയാണെങ്കിലും എത്ര പൊണ്ണക്കാരനാണെങ്കിലും പിടിച്ചങ്ങൾ താക്കും, മൊത്തം നനയും. മനസ്സിലാകുന്നുണ്ടോ? അതിനുള്ള ട്രെയിനിങ് ഉണ്ടെന്ന്. പിന്നെ NC സാറൊക്കെ പിന്നെ എന്തിനാ ഇരിക്കുന്നത്? ഞങ്ങൾ ഉപദേശിമാരെ മുഴുവനും ഇത് പഠിപ്പിച്ച് അതിൻ്റെ പ്രാക്ടിക്കലും കൂടെ മുമ്പിൽ കാണിച്ച് തന്നിട്ടാണ് ഞങ്ങളെ പിന്നെ ഉപദേശിയായിട്ടൊക്കെ വിടുന്നത്. അങ്ങനെ പഠിപ്പിച്ച് അതിൻ്റെ ട്രെയിനിങ് കഴിഞ്ഞ് വരാം. ആരെ ഞങ്ങൾ പിടിച്ച് താക്കും? ഇറങ്ങി സമ്മതത്തോടെ വരണമെന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ പിടിച്ച് താക്കുന്നത് വാശി തീർക്കാനല്ല, അടക്കത്തിൻ്റെ രൂപത്തോട് ഏകീഭവിക്കാനാണ്. അടക്കപ്പെടണം. യേശു അടക്കപ്പെട്ടു, അതിനോട് ഏകീഭവിക്കാനാണ് പിടിച്ച് താക്കുന്നത്. പക്ഷെ യേശു അടക്കപ്പെടുക മാത്രമല്ല, യേശു ഉയർത്തപ്പെട്ടു. അതിന്റെ രൂപത്തോട് ഏകീഭവിക്കാനാ പിടിച്ചുയർക്കുന്നത്. താത്തത് ജഡശരീരത്തിന്റെ പാപത്തെയാണെങ്കിൽ, പാപശരീരത്തെയാണെങ്കിൽ ഉയർത്തത് ജീവന്റെ പുതുക്കത്തിലേക്കാ. അങ്ങനെ ഈ കർമ്മം കൃത്യതയോടെ നിർവഹിച്ചവർക്ക് മാത്രമേ കർത്താവിനോട് ഏകാത്മാവാകാൻ പറ്റൂ. അവർക്ക് ആത്മമണ്ഡലത്തിൽ കയറാൻ പറ്റൂ. മാംസരക്തങ്ങൾക്ക് സ്വർഗരാജ്യത്തിൽ എന്തോ ഇല്ല, അവകാശമില്ല. അതുകൊണ്ട് ആ ശുശ്രൂഷയും കൂടെ അതിൻ്റെ തനിമയോടെ നിർവഹിച്ച് കഴിയുമ്പോൾ നാം ക്രിസ്തുവിനെ നേടി. ഹല്ലേലൂയ! ഈ മഹത്വവാനായ ക്രിസ്തുവിനെ വിട്ടുകളയാതെ എന്ത് വില കൊടുത്തും ഈ ക്രിസ്തുവിനെ നേടി മുൻപോട്ട് പോകാൻ കർത്താവ് കൃപ ചെയ്യുമാറാകട്ടെ. ഉപദേശ വിഷയങ്ങൾ ഒരു വിധത്തിലുള്ള അയവും കാണിക്കരുത്. ആത്മാവിൻ്റെ നിറവ് പ്രാപിച്ച് അന്യഭാഷാ ഭാഷണത്തോടെ കൃപകൾ വരങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് കർത്താവിന് പ്രസാദമാകുമാർ, ക്രിസ്തു കേന്ദ്രീകൃതമാകുമാർ, ആത്മനിയോഗിതമായി വചനാധിഷ്ഠിതമായി പുനരാഗമന പ്രത്യാശയോടെ നിലകൊള്ളാൻ കർത്താവ് കൃപ ചെയ്യട്ടെ. പ്രഥമ രാത്രി അല്പം മുൻപോട്ട് പോയിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ വാക്കുകൾ നിർത്തുകയാണ്. വേഗം എഴുന്നേക്കാം. ഇതുവരെ നിങ്ങൾ ഇരിക്കുകയായിരുന്നു, ഞാൻ മാത്രമല്ലേ നിന്നുള്ളൂ. പെട്ടെന്ന് എഴുന്നേറ്റ് ചാടി ഇരുന്നിട്ട് കൊയർ നമുക്ക് വേണ്ടി ഒരു അനുഗ്രഹിത ഗാനം ആലപിക്കും. കേട്ട വചനത്തിന് മുൻപാകെ നമ്മെ തന്നെ ഒന്ന് സമർപ്പിച്ചു കൊടുത്തുകൊണ്ട് ഈ രാത്രി അല്പസമയം ദൈവത്തെ സ്തുതിച്ച് മടങ്ങുന്നത് ഉപകാരമായിരിക്കും. എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തിക്കും. പാട്ടുകാരൊന്ന് സജ്ജമായിക്കോട്ടെ പ്രിയരെ. പക്ഷെ നിങ്ങളുടെ കണ്ണുകൾ അടയിട്ട ഹൃദയങ്ങൾ ഏകാഗ്രമാകട്ടെ. ഈ രാത്രി കേൾപ്പിച്ച ദൈവവചനം എന്നോടായിരുന്നു, എൻ്റെ ആത്മീയ നവോത്ഥാനത്തിന് വേണ്ടിയായിരുന്നു എന്ന് ബോധമുള്ളവരെ കരമടിച്ച് അല്പസമയം കർത്താവിനെ ഒന്ന് സ്തുതിച്ചു തുടങ്ങിക്കേ. അല്പസമയം പാട്ട് കേട്ട് മാത്രം ആത്മാവിൽ ആരാധിക്കാൻ നിൽക്കണ്ട. ഇന്ന് രാത്രി ഒന്ന് ദൈവത്തെ സ്തുതിച്ചു തുടങ്ങി നമ്മുടെ കൊയർ സജ്ജമാകുകയാണ്. എല്ലാവരും ചേർന്ന് അല്പസമയം, ആര് കാഴ്ച കാണാൻ നിൽക്കണ്ടെന്ന് ഇന്ന് രാത്രി കർത്താവിനോട് ചേർന്നിട്ടുണ്ടോ? കർത്താവ് എന്റേതാണോ? കർത്താവിനെ ഞാൻ നേടിയിട്ടുണ്ടോ? ഞാൻ കർത്താവിൽ വളരുന്നുണ്ടോ? ക്രിസ്തുവിനെ ഞാൻ അനുസരിക്കുന്നുണ്ടോ എന്ന് ഒരു ഉത്ബോധത്തോടെ ആ കരങ്ങൾ അടിച്ച് കർത്താവിനെ ഒന്ന് സ്തുതിച്ചേ. എല്ലാ പ്രിയപ്പെട്ടവരും ചേർന്ന് ഈ പാടുന്ന പാട്ടിന്റെ വരികളെ ചേർന്ന് പാടി കർത്താവിനെ നമുക്ക് സ്തുതിക്കാമല്ലോ. ഗ്ലോറി ടു ഗോഡ്, ഹല്ലേലൂയ. ജനത്തെ ബ്ലസ് ചെയ്യുന്ന കർത്താവേ, വചനമുള്ളത്തിൽ ആഴത്തിൽ ക്രിയ ചെയ്യാൻ. ഓ ഞങ്ങളുടെ യുവാക്കന്മാർ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരൊക്കെ തന്നെ എല്ലാ നാമത്തിലും മേലായ നാമം, ഭക്തർ ജനം വാഴ്ത്തും നാമം. എല്ലാ നാമത്തിലും മേലായ നാമം, ഭക്തർ ജനം വാഴ്ത്തും നാമം. എല്ലാ മുഴങ്ങാലും മടങ്ങിടും തീരും വല്ലഭത്വമുള്ള നാമം. ഓ എല്ലാ മുഴങ്ങാലും മടങ്ങിടും തീരും വല്ലഭത്വമുള്ള നാമം. എല്ലാ പാപം എന്നിൽ നിന്നും നീക്ക
സകല മഹത്വവും ബഹുമാനവും സ്തുതിയും ആരാധനയും നമ്മുടെ കർത്താവിനെ അർപ്പിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി ഒന്നുകൂടെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. കാരാഗ്രഹ ലേഖനങ്ങളിൽ കൂടെ ക്രിസ്തുവിൻ്റെ മഹത്വം ഉദ്ഘാടന സന്ദേശത്തിൽ കൂടെയും ദൈവവചനത്തിൽ കൂടെയും നമുക്ക് വെളിപ്പെടുത്തി തരുവാൻ ദൈവത്തിൻ്റെ ദാസന്മാരെ ദൈവം ഉപയോഗിച്ചല്ലോ. കേട്ട വചനം നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രയോജനമായി തീരട്ടെ. വചനപ്രകാരം ജീവിക്കാനുള്ള കൃപ ദൈവം നമുക്ക് നൽകട്ടെ. അതിനായി നമുക്ക് നമ്മളെ തന്നെ സമർപ്പിച്ചു കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ ശ്രേഷ്ഠദാസന്മാരെ ദൈവം ഉപയോഗിച്ചതുകൊണ്ട് ദൈവത്തിന് നന്ദി അർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇപ്പോൾ ഈ സെന്ററിൻ്റെ ശുശ്രൂഷനായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ടി.എം. പാപ്പച്ചൻ മുൻപോട്ട് കടന്നു വന്ന് പ്രാർത്ഥിക്കുകയും സഭയുടെ പ്രസിഡന്റ് എൻ.സി. ജോസഫ് സാറ് ആശീർവാദം പറയുകയും ചെയ്യും. മഹാപരിശുദ്ധനും നിത്യനുമായ ഞങ്ങളുടെ ദൈവമേ, അടിയങ്ങളുടെ സ്വർഗീയ പിതാവേ, മനോഹരമായ ഈ നല്ല സമയത്തിനായി ഞങ്ങൾ തിരുമേനിക്ക് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് തീരുമാനിച്ച് ക്രമീകരിച്ച ഈ മഹായോഗങ്ങളുടെ പ്രഥമ രാത്രിയിൽ തന്നെ അവിടുത്തെ ശ്രേഷ്ഠത വെളിപ്പെടുത്തുവാൻ അവിടുത്തെ ഭൃത്യന്മാരെ ദൈവം ഇന്ന് രാത്രി ഉപയോഗിച്ചല്ലോ. ഞങ്ങൾ ആരാധിക്കുന്ന ദൈവമാരെന്ന്, ഞങ്ങളെ വീണ്ടെടുത്ത ദൈവമാരെന്ന് ഒരിക്കൽ കൂടെ ഞങ്ങളുടെ സന്നിധിയിൽ ശാന്തമായിരുന്നു ചിന്തിപ്പാൻ ദൈവത്തിൻ്റെ കൃപ ഞങ്ങളുടെ മേൽ പകർന്നതിനായി സ്തോത്രം. ദൈവമേ, ഇതിനൊന്നും യോഗ്യതയില്ലാത്ത അടിയങ്ങളെ അവിടുത്തെ മക്കളും അവകാശികളുമാക്കി തീർത്ത മഹാസ്നേഹത്തെ ഇന്ന് രാത്രി ഒരിക്കൽ കൂടെ ഓർത്ത് ഞങ്ങൾ തിരുമേനിക്ക് സ്തോത്രം ചെയ്യുന്നു. ഉദ്ഘാടനം നിർവഹിച്ച എൻ്റെ ശ്രേഷ്ഠഭൃത്തിനായി സ്തോത്രം. ദൈവമേ, അനുഗ്രഹിക്കണമേ, തൻ്റെ ശുശ്രൂഷകളെ മാനിക്കണമേ. ഒടുവിലായി ദൈവത്തെ ആലോചന അയച്ച ഞങ്ങളുടെ ശ്രേഷ്ഠദാസന് വേണ്ടി പിന്നെയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പാസ്റ്റർ എബ്രഹാമിനെ ഇന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് കർത്താവേ സ്നേഹത്തോടെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ശ്രേഷ്ഠത വെളിപ്പെടുത്തുവാൻ ഒരിക്കൽ കൂടെ കർത്താവേ ഞങ്ങളുടെ ചിന്താ മണ്ഡലങ്ങളിൽ അവിടുത്തെ ശ്രേഷ്ഠത വെളിപ്പെടുവാൻ തക്കവണ്ണം ദാസനൂടെ ദൈവത്തിന്റെ ആത്മാവ് സംസാരിച്ച കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. കേൾവിക്കാരായി സംഘാടകരായി ആയിരുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അവിടുത്തെ മഹനീയമായ സാന്നിധ്യം ഈ ദിവസങ്ങൾ ഞങ്ങളോടുകൂടെയുള്ള കൃപയ്ക്കായി സ്തോത്രം. ഇന്നും നാളെയും മറ്റന്നാളും ഒടുവിലത്തെ ദിനം വരെയും അവിടുത്തെ മാറ്റമില്ലാത്ത സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരിക്കണമേ എന്ന് ഞങ്ങൾ തിരുമേനിയോട് അപേക്ഷിക്കുന്നു. മനസ്സ് നിറഞ്ഞ് പ്രത്യാശയോടെ ഞങ്ങൾ മടങ്ങിപ്പോകട്ടെ. കൃപയിൽ ഞങ്ങളെ പൊതിയണമേ. യേശുവിൻ ധന്യമുള്ള നാമത്തിൽ അടികൾ വിനയത്തോടെ പ്രാർത്ഥിക്കുന്നു. കൃപയോടുകൂടെ കേൾക്കണം ഞങ്ങളുടെ സ്വർഗീയ പിതാവേ. ആമേൻ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ആശ്വസിപ്പിച്ച് നമ്മെ വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും സഹവാസവും കാവലും നാം എല്ലാവരുടെ മേലും പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളുടെ മേലും കടന്നു പോകുന്ന ഓരോ ദൈവമക്കളുടെ മേലും നാഥനായ ക്രിസ്തുയേശുവിൻ്റെ മടങ്ങി വരുവരെ എന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. നമുക്ക് ജയം നൽകിയ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വരണമേ. God bless you all. പ്രൈസ് ദി ലോർഡ്. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടെ നന്ദി അറിയിക്കുന്നു. ഇന്ന് ഈ അനുഗ്രഹിക്കപ്പെട്ട കൺവെൻഷൻ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് ഉദ്ഘാടനം ചെയ്തതായ സഭയുടെ ആദരണീയനായ പ്രസിഡന്റ് റവറൻഡ് എൻ.സി. ജോസഫ് സാറിനോടുള്ള ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ മീറ്റിംഗിന്റെ അധ്യക്ഷനായിരുന്ന സഭയുടെ ജനറൽ സെക്രട്ടറി പി.ടി. മാത്യു പാസ്റ്ററിനോടുള്ള നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ മുഖ്യപ്രഭാഷണം നമുക്ക് നൽകി തന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ എബി എബ്രഹാം പത്തനാപുരം കർത്താവിന്റെ ദാസനോടുള്ള നന്ദിയെ അറിയിക്കുന്നു. ന്യൂ ഇന്ത്യ ബൈബിൾ ചർച്ച് പായിപ്പാട് സെന്ററിന്റെ സെൻട്രൽ ശുശ്രൂഷകൻ പാസ്റ്റർ ടി.എം. പാപ്പച്ചൻ പാസ്റ്ററോടുള്ള നന്ദി അറിയിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടെ നന്ദി അറിയിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. നിങ്ങൾക്കുള്ള വാഹനം, നിങ്ങൾക്ക് കടന്നു പോകുവാനായിട്ട് വാഹനം നിങ്ങൾക്ക് യാത്ര ചെയ്യുവാൻ